കുറിച്ച് ചൂടുപിടിച്ച വാർത്തകൾ, ചൂടുപിടിച്ച ചർച്ചകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് അഭിമാനത്തോടു കൂടി നമ്മൾ പറയാറുണ്ട്, വി ആർ എ സെക്യുലർ കൺട്രി. സത്യമായിട്ടും വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. പക്ഷേ നമ്മുടെ ഭരണകൂടം, നമ്മുടെ ഭരണഘടന ഈ ഒരു സെക്യുലറിത്തിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമുക്ക് പലർക്കും സെക്യുലറിസം എന്താണ് എന്ന് അറിയില്ല. നാം പറയാറുണ്ട് വി ആർ എ സെക്യുലർ കൺട്രി എന്ന്, പക്ഷെ നമുക്ക് പലർക്കും സെക്യുലറിസം എന്താണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു കൃത്യമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും അറിയേണ്ടതുണ്ട്. സെക്യുലറിസം എന്ന് പറയുമ്പോൾ സെക്യുലറിസം ഇസ് എ മൂവ്മെന്റ് ടുവേർഡ്സ് ദി സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് ഗവൺമെന്റ്. റിലീജിയൻ വേറെ, ഗവൺമെന്റ് വേറെ. നമുക്ക് നമ്മുടെ ഇന്ത്യ രാജ്യം ഒരുപാട് വൈവിധ്യങ്ങളാർന്ന രാജ്യമാണ് ഇന്ത്യ. ഒരുപാട് മതങ്ങളും സംസ്കാരങ്ങളും അങ്ങനെ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. ആ ഒരു രാജ്യത്ത് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ സെക്യുലറിസത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ഡെഫിനിഷനെ വ്യതിചലിച്ച് ആ ഡെഫിനിഷനിൽ നിന്ന് വ്യതിചലിച്ച് അതിനെ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ ഈ ബുദ്ധിജീവികൾ, ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവർ. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ കണ്ണുകളെയും കാതുകളെയും അന്ധതയിലാഴ്ത്തിക്കൊണ്ട് മതേതരത്വം എന്ന വാക്ക് മനുഷ്യഹൃദയങ്ങളെ വളരെ വേഗം സ്വാധീനിക്കാൻ ഇടയുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ച് ഹിന്ദുമതത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് ആക്കിക്കൊണ്ട് മറ്റു മതങ്ങളെ അടിച്ചമർത്തി ആക്ഷേപിക്കുന്ന അവസരവാദികളായ മനുഷ്യരാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ സെക്യുലർ ക്യാമ്പസ് എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വളർന്നു വരുന്ന യുവതലമുറയെ കണ്ണുകെട്ടുകയാണ് ഇന്നത്തെ അരാജകത്വവാദികൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചർച്ചയിലെ വിഷയം എന്ന് പറയുന്നത് സെക്യുലർ ക്യാമ്പസിലെ മുസ്ലിം വിദ്യാർത്ഥിനി എന്നതാണ്. നമുക്കറിയാം, ഒരു സെക്യുലർ ക്യാമ്പസിൽ പല വിദ്യാർത്ഥികളും ഉണ്ട്, പല മതസ്ഥരിൽപ്പെട്ട വിദ്യാർത്ഥികളും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഒരു മുസ്ലിം വിദ്യാർത്ഥി എന്നവിടെ വന്നു? അത് തികച്ചും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു സമകാലിക ലോകത്ത് സെക്യുലർ ക്യാമ്പസിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഷിഫിനോട് ചോദിക്കുകയാണ്, ഒരു സെക്യുലർ ക്യാമ്പസിലെ അവസ്ഥ, ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ വിഷയം സെക്യുലർ ക്യാമ്പസിലെ മുസ്ലിം വിദ്യാർത്ഥിനി എന്നുള്ളതാണ്. ഞാൻ പഠിക്കുന്നത് ഒരു സെക്യുലർ ക്യാമ്പസിലല്ല, അതായത് നിങ്ങൾ പഠിക്കുന്നത് പോലെ ഇതുപോലെ ഒരു അറബിക് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ ഞാൻ പഠിക്കുന്ന ക്യാമ്പസിനകത്ത് ഒരു സെക്യുലർ ക്യാമ്പസ് ഉണ്ട്, ഒരു കോളേജ് ഉണ്ട്. മാത്രമല്ല നമുക്കറിയാം, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇതുപോലുള്ള ക്യാമ്പസുകളിൽ പഠിക്കുന്നത്. അതുപോലെ നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന്, നമ്മുടെ ഫ്രണ്ട്സ് പറയുന്ന അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് സെക്യുലർ ക്യാമ്പസിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇപ്പം നേരത്തെ ഫിദ സൂചിപ്പിച്ചു അല്ലേ, എന്തുകൊണ്ട് അവിടെ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി എന്ന് പ്രത്യേകം പറഞ്ഞു അല്ലേ? കാരണം നമ്മൾ മുസ്ലിങ്ങളാണ് എന്നുള്ള നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ ഉണ്ടായിരിക്കും അല്ലേ, നമ്മൾ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കും. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? അപ്പം നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമുക്കൊരു നിലപാടുണ്ടായിരിക്കേണ്ടതുണ്ട് ക്യാമ്പസുകളിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ ക്യാമ്പസുകളുടെ അവസ്ഥ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ, നമ്മളെ പരിഹസിക്കപ്പെടുന്ന രൂപത്തിൽ, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇത്തരം ക്യാമ്പസുകളിൽ പഠിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും, ഇപ്പോൾ ഷെയ്ഖ് ഹാൻഡ് പോലുള്ള വിഷയങ്ങൾ അതൊക്കെ സാധാരണയായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അറബി കോളേജിലുള്ള വിദ്യാർത്ഥികൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നിയേക്കാം. പക്ഷേ
സാധാരണമായിട്ട് ഇപ്പോൾ ജൂനിയർ സീനിയേഴ്സ് കൈ കൊടുത്തിട്ടില്ലെങ്കിൽ, ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം കൈ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഒരു വലിയ പ്രശ്നമായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിൽ, പരിഹസിക്കപ്പെടുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്തവരാണ് ഒന്ന് കൈ കൊടുക്കാൻ. ഇപ്പോൾ അവാർഡ് ദാനത്തിൻ്റെ സമയത്താണെങ്കിലും അവാർഡ് ഒന്ന് കൊടുത്ത ഒരു പുരുഷനാണ് അവാർഡ് തരുന്നത് എന്നുണ്ടെങ്കിൽ കൈ കൊടുക്കാൻ അവിടെ വിസമ്മതിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ നിലപാടുകളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ വിഷയത്തിൽ മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളിൽ ഇത്തരം ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ നിലപാടിനെ, ശക്തമായൊരു നിലപാട്, ഞാൻ മുസ്ലിമാണ്, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്, അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ആ നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നിൽക്കാൻ നമ്മൾ മുസ്ലിം പെൺകുട്ടികൾക്ക് സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഷിഫ പറഞ്ഞു നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് വളരെയധികം നോർമലായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പം സമാനമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഫസ്റ്റ് ഇയർ കോളേജിലേക്ക് വന്ന ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഫസ്റ്റത്തെ 2 വീക്സിൻ്റെ ഉള്ളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇന്റർ കോളേജ് കോമ്പറ്റീഷനാണ്. അപ്പം നമ്മളെ റിസ്വാനിൻ്റെ കോളേജിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അപ്പോൾ നമ്മളന്ന് കോളേജിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ സീനിയേഴ്സ് ആയിരുന്നു സാധാരണ പ്രോഗ്രാമിനൊക്കെ പോകാറുള്ളത്. അപ്പം സീനിയേഴ്സിന് അന്ന് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയേഴ്സ് സ്റ്റുഡൻസ് ആണ് അന്ന് പ്രിൻസിപ്പളിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയ സമയത്ത് നമ്മളൊരു ഡിബേറ്റ് കോമ്പറ്റീഷനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഡിബേറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു ടീം ഉണ്ടായിരുന്നു. നമ്മളെ ടീമിനായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കണം, ഫസ്റ്റത്തെ പ്രോഗ്രാമാണ്, നമ്മൾ ക്യാമ്പസിലേക്ക് വന്നതേ ഉള്ളൂ, ഫസ്റ്റത്തെ ഒരു 1 വീക്കിൻ്റെ ഉള്ളിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയ സാഹചര്യത്തിലും ഫസ്റ്റ് കിട്ടി. അപ്പോൾ നമ്മളെല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ കൂടെ വന്നിട്ടുള്ള ബോയ്സും ഗേൾസും പരസ്പരം ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ എനിക്കും അങ്ങനെ ഒരു കൈ തരുന്ന, അല്ലെങ്കിൽ എനിക്കൊന്നും കൈ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കാതെ മാറി നിന്നു. അപ്പോൾ നമ്മളെ പറ്റിയിട്ട് ഓൾറെഡി ഒന്നും അറിയാത്ത ആളുകളാണ്, ഫസ്റ്റായിട്ട് വന്നിട്ടേ ഉള്ളൂ, കോളേജിലെ ഫസ്റ്റത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ കൈ കൊടുക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും എനിക്ക് കൈ തന്ന ആൺകുട്ടിക്ക് വളരെയധികം വിഷമം തോന്നി. കാരണം അത്രയും ആളുകളുടെ ഇടയിൽ വെച്ചിട്ടാണ് നമുക്ക് കൈ തരുന്നത്. അപ്പം കൈ വാങ്ങാതിരുന്നത് എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അവനെ അപമാനിച്ച രീതിയിലായിരുന്നു. പക്ഷെ എന്ത് വന്നാലും നമുക്ക് കൈ കൊടുക്കാൻ യാതൊരു നിർവാഹവും ഇല്ലല്ലോ. അതിനുശേഷം പിന്നീട് ഉണ്ടായിരുന്ന ഇൻസിഡൻസ് ആണ് വളരെയധികം വിഷമം എന്ന് പറയാൻ പറ്റുന്നത്. അതായത് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോളേജിലെത്തുകയും കോളേജിൽ നിന്ന് പിന്നീട് ഉണ്ടായിരുന്ന എല്ലാ ദിവസങ്ങളിലും അവന് എൻ്റെ അടുത്ത് മാത്രം സംസാരിക്കാതിരിക്കുകയും എൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഫെബിനോടും സംസാരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാ കുട്ടികളോടും സംസാരിക്കും, ഞങ്ങളുടെ അടുത്തെത്തുമ്പോൾ മിണ്ടാതെ പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരം ഷെയ്ക്ക് ഹാൻഡൊക്കെ വളരെയധികം നോർമലായിട്ട് വേറെ ഒരു ഉദ്ദേശം കൊണ്ടൊന്നുമില്ല, വെറുതെ എല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കും കൈ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളങ്ങനെ കൈ കൊടുക്കൂല എന്നറിഞ്ഞ സാഹചര്യത്തിൽ അവനക്ക് ഉണ്ടായിരുന്ന ഒരു വിഷമം പിന്നീട് ഞങ്ങളോട് മിണ്ടാതിരിക്കാൻ കാരണമായി എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ അവർ ശരിയല്ല കേട്ടോ എന്നുള്ള രീതിയിൽ സംസാരങ്ങൾ ഉണ്ടാവുകയും സീനിയേഴ്സ് നമ്മളെടുത്ത് അത്തരം കാര്യങ്ങൾ വന്ന് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ഇത് നോർമലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മളതിന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ നഷ്ടമാവും. അവന് മാത്രമല്ല, അവരുടെ ഗ്യാങ്ങിലുള്ള മുഴുവൻ കുട്ടികളും പിന്നീട് നമ്മളോട് സംസാരിക്കാതിരുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ബിസ്മില്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിദു ഷെയർ ചെയ്ത അതുപോലത്തെ മറ്റൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. ഞാനും ഇതുപോലെ ഈ പ്രാവശ്യം കോളേജ് തുടങ്ങിയ ടൈമിൽ, അതായത് ഒരു ജൂൺ ജൂലൈ കാലയളവിൽ എൻ്റെ ഒരു ജൂനിയർ ആയിട്ടൊരു കുട്ടി വന്നിട്ട്, ആ കുട്ടി ഇങ്ങനെ ഓടി വന്നിട്ട് താത്ത അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ തിരിച്ച് വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞെങ്കിലും തിരിച്ച് ഷെയ്ക്ക് ഹാൻഡ് അങ്ങോട്ട് കൊടുത്തില്ല. ആ കൊടുക്കാതിരുന്ന സന്ദർഭത്തിന് ശേഷം പിന്നീട് അതിനുശേഷം ആ കുട്ടി എന്നെ കാണുമ്പോഴൊക്കെ മറ്റുള്ള ആർക്കൊക്കെ ആ കുട്ടി കൈ കൊടുത്താലും എന്നെ കാണുന്ന സമയത്ത് അവൻ അതിൽ നിന്ന് മാറി നിൽക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടാവും. നമ്മൾ അടുത്ത് എത്തുമ്പോൾ അവരുണ്ടാവും, അവിടുന്ന് മാറി നിൽക്കും. അപ്പം അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ സ്റ്റാൻഡ് എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ നിലപാട് എന്താണോ, നമ്മുടെ സ്റ്റാറ്റസ് എന്താണോ, അതിനനുസരിച്ചിട്ടാവും പിന്നീട് നമ്മളോട് അവർ ഇടപഴകുന്നത്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ എന്നോട് വന്നിട്ട് ഷെയ്ക്കാൻ്റെ തരാം, പക്ഷെ ആ കുട്ടിക്ക് എന്ത് മനസ്സിലായി? ഇല്ല, ഇവരങ്ങനത്തെ ആളല്ല എന്ന് മനസ്സിലാവുന്നതോടുകൂടി ആ കുട്ടി അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും ഇസ്ലാമിൽ ആൺപെൺ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. അതിലേറെ ഉത്തമമായിട്ടുള്ളത്
ആണി എടുത്തിട്ട് തലയിൽ തറക്കുന്നതാണെന്ന് നമ്മൾ മുന്നേ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് അത് എത്രമാത്രം ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരാണും പെണ്ണും ടച്ച് ചെയ്യുന്നത് എത്രമാത്രം ഗൗരവമേറിയ കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഫിദു പറഞ്ഞു ഓക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷം പിന്നീട് ആ കുട്ടി അവളോട് മിണ്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ സ്റ്റാൻഡ് വിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മളോട് വരുമ്പോൾ എന്താവും, ആ രീതിയിലാകും അവർ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് വേണം. ഞാനൊരു ഇസ്ലാം മതം സ്വീകരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഒരു മുസ്ലിമാണ്, എനിക്ക് ഇത്രത്തോളം കാര്യങ്ങൾ എൻ്റെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് വേണം. നാം ഇപ്പോൾ ഒരു കോഴിക്കോട് മലപ്പുറം സാഹചര്യമാണ് എടുത്തു വയ്ക്കിയത്. ഇനി ഇത് തെക്കൻ ഭാഗത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം എറണാകുളം പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിൽ നമുക്കറിയാം ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അവിടെ ഓരോ കാര്യങ്ങളും കാണിച്ചു കൂട്ടുന്നത്. എറണാകുളത്തെ വാക്ക്വേയിലൂടെയൊക്കെ നടക്കുമ്പോൾ കണ്ണും പൂട്ടി നടക്കേണ്ട അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അത്രത്തോളം അരാജകത്വങ്ങൾ അവിടെ കൂടി വരുമ്പോൾ ആ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ഇഷ്യൂകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഈ വിഷയങ്ങളിൽ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് മിൻഹ സൂചിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിദ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു കോളേജ് അറ്റ്മോസ്ഫിയറിലാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇതുവരെ മലപ്പുറത്ത് പഠിച്ചതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പറയും ഇപ്പോഴും അൽഹംദുലില്ലാ മലപ്പുറത്ത് ജനിച്ചതിലും ഒരു ഇസ്ലാഹി കുടുംബത്തിൽ ജനിച്ചതിലും ഇപ്പോഴും ഞാൻ എന്നും അൽഹംദുലില്ലാ പറയും കോളേജിൽ പഠിക്കുമ്പോൾ. കാരണം വളരെയധികം വ്യത്യസ്തമാണ് തെക്കൻ ഭാഗത്തുള്ള കൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇൻ്റർമിക്സിങ് വിഷയം പറയുമ്പോൾ ഞങ്ങളെ കോളേജിലൊക്കെ മലപ്പുറത്തൊക്കെ ഞാൻ പഠിക്കുമ്പോൾ ക്ലാസ് റൂമിൽ ഇങ്ങനെ 2 റോ ആണ് ഉണ്ടാവുക, ഒന്ന് ഗേൾസിന് ഒന്ന് ബോയ്സിന്. ഞങ്ങളെ ക്ലാസ്സിൽ 3 റോ ആണ്. ഈ 3 റോയിലും ആർക്കും വേണമെങ്കിലും ഇരിക്കാം. ഇനി അതിൽ 3 പെൺകുട്ടികളും 2 പെൺകുട്ടികൾ ഒരു ആൺകുട്ടി ഇരുന്നാലും കുഴപ്പമില്ല, 2 ആൺകുട്ടി ഒരു പെൺകുട്ടി ഇരുന്നാലും കുഴപ്പമില്ല, 3 ആൺകുട്ടികൾ ഇരുന്നാലും കുഴപ്പമില്ല, എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. ഞാൻ പറയണത് അത് അത്രയും നോർമലൈസായി. അല്ലെങ്കിൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നാൽ നമുക്കൊക്കെ എന്തോ ഒരു അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ആൺകുട്ടിക്ക് എന്തോ ഒരു കുളിർമ കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ അത് അത്രയും നോർമലൈസ് ആയിട്ടുള്ള ഒരു അവസ്ഥ. ഇപ്പോൾ ഹാൻഡ് ഷേക്കിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ എനിക്കൊക്കെ പലപ്പോഴും ഹാൻഡ് ഷേക്ക് തരാൻ നമ്മൾ കോളേജിലേക്ക് ആദ്യം അങ്ങനെ പോകുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം പങ്കിടുക എന്ന് പറയുന്നത് കൈ തന്നിട്ടാണ്. അപ്പോൾ എനിക്ക് ആൺകുട്ടികൾ കൈ തരുമ്പോൾ ഞാനിങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാകും ഈ കുട്ടി കൈ തരൂല. ഇപ്പം അടുത്തുണ്ടായ ഒരു വിഷയം, ഞങ്ങൾ LLB സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല ഡിബേറ്റുകളിലും പിന്നെ അങ്ങനത്തെ കോൺട്രവേഴ്സി ടോപ്പിക്സിലൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ ഡിബേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഹാൻഡ് ഷേക്ക് കൊടുത്ത് മടങ്ങുന്ന ഒരവസ്ഥയാണ്. അതായത് എൻ്റെ ടീമും മറ്റേ ടീമും ഇങ്ങനെ ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഡിബേറ്റ് എൻഡ് ചെയ്യാൻ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ടീമിൽ ഞാനും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയാണുള്ളത്, ഓപ്പോസിറ്റ് ടീമിൽ 3 ആൺകുട്ടികളാണുള്ളത്. അപ്പം എൻ്റെ ടീം ജയിച്ചു വന്ന് അൽഹംദുലില്ലാ. ജയിച്ചതിന് ശേഷം നമുക്കിങ്ങനെ കൈ തരാണ്. അപ്പം കൈ തരുമ്പോൾ ഞാനിങ്ങനെ എല്ലാവരും കൈ എടുത്തതിന് ശേഷം എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ വരിക കൈ തരാൻ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇല്ല താങ്ക് യു എന്ന് പറഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി. പിന്നീട് അവരാരും എൻ്റെ അടുത്ത് കൈ തരാൻ വന്നിട്ടില്ല. കാരണം അവർക്ക് മനസ്സിലായി ഞാൻ ഇനി കൈ തരൂല. എൻ്റെ ടീമിലുള്ളവർ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൈ തരുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. കാരണം അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് കാണിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് ഇസ്ലാമിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമിനെ നമുക്ക് അതിനനുസരിച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളെ നിലപാട് അവിടെ കൃത്യമായി കാണിക്കുക. എനിക്ക് കൈ തരാൻ കഴിയൂല, എനിക്കത് പറ്റില്ല, എനിക്കത് പാടില്ല എന്ന് ഞാൻ കാണിക്കുകയാണ് ഉണ്ടായത്. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ മിൻഹ പറഞ്ഞ പോലെ തന്നെ നമ്മളെ നിലപാടുകൾ നമ്മൾ പറഞ്ഞത് മൂലം ഒരുപാട് സാഹചര്യങ്ങളിൽ അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ NSSൻ്റെ ഒക്കെ നമ്മുടെ കോളേജിൽ NSSൻ്റെ ഒക്കെ ഭാഗമായിട്ട് ക്യാമ്പുകളിലൊക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരായിരിക്കും അധികം ആൾക്കാരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ NSSൻ്റെ അവസാനത്തെ ദിവസം NSS ക്യാമ്പ് എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ സമദർശനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആയിരിക്കാം മേ ബി എല്ലാവരും ചിന്തകളിൽ വരുന്നത്, കാരണം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമായതുകൊണ്ട്. ബട്ട് ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നില്ല, മറിച്ച് ഞങ്ങൾക്ക് തന്നെ തീരുമാനിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു കോളേജിൽ. അങ്ങനെ പക്ഷെ നല്ല ഫ്രീ മിക്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ക്യാമ്പൊക്കെ കഴിഞ്ഞു. അപ്പം ക്യാമ്പിൻ്റെ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഭയങ്കര സ്പെഷ്യലായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ക്യാൻഡിൽസ് ഒക്കെ കൊടുത്ത്
അപ്പോൾ ഒരു സംഭവം, അതായത് നമ്മളെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയണം ക്യാമ്പിൽ. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരെ നമുക്ക് അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു ക്യാമ്പിൽ. അപ്പം ക്യാമ്പിന്റെ ആ ഒരു സമയത്താണ് ഇവർക്ക് നമ്മളെ കോളേജിൽ തന്നെ ആണോ എന്നുള്ള കാര്യം നമ്മൾ അറിയണത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേര് ആ സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെ ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് കുറേ പേര് ഞങ്ങളെ നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം, ഹഗ് ചെയ്യാം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഗേൾസ് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഫിദക്കും സെയിം എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഞങ്ങൾ ഹഗ് ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ ചെയ്യണതാണ് ശരി എന്നുള്ളത്. നമുക്ക് ഒരു പറയാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ക്യാമ്പ് 7 ദിവസം ഞങ്ങൾ ക്രിസ്മസിന്റെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ അവിടുന്ന് മാറി നിൽക്കുകയാണ്. അപ്പൊ ക്രിസ്മസിന്റെ പ്രോഗ്രാമിന് എല്ലാവരും റെഡ് കളർ ഷർട്ടും അതുപോലെ തന്നെ ഗേൾസ് ഒക്കെ ആ ഒരു തരത്തിലുള്ള ഡ്രസ് കോഡ് ഇടുന്ന സമയത്ത് ഞങ്ങൾ ഈ മഞ്ഞയും വെച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റൂമിൽ മാറി നിൽക്കുകയുണ്ടായിരുന്നത്. അപ്പൊ ക്യാമ്പ് ഫയറിന് മാറിയിരുന്നു. അപ്പൊ കുട്ടികളൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങൾ ചെയ്യണതാണ് ശരി, പക്ഷെ എന്നാലും ഞങ്ങൾക്കൊന്നും മാറി നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്നാമത്തെ എന്താ വെച്ചാല് കോളേജാണ്, ക്യാമ്പസാണ്. അപ്പൊ ഈ ഒരു വൈബ് ഇനി കിട്ടൂലല്ലോ. അപ്പം കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല. അപ്പം അതുകൊണ്ടാണെന്നുള്ളൊരു സംഭവം പറഞ്ഞു. അപ്പോൾ ശരിക്കും ഓർമ്മ വന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഫിദ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് ഷേക്കിന്റെ കാര്യം വന്നപ്പോൾ കോളേജിൽ കുറച്ച് കുട്ടികൾ മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഉണ്ടായത് നേരെ മറിച്ചൊരു അനുഭവമാണ്. കാരണം ഒരുപാട് പേര് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടി അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ഹദീസ് ഉണ്ടല്ലോ, അതായത് ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിയെ പരിഗണിച്ച് ജനങ്ങളുടെ തൃപ്തിയെ അവഗണിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും? ആ ജനങ്ങളുടെ ഉള്ളിൽ നമ്മളെ കുറിച്ച് തൃപ്തി ഉണ്ടാക്കി കൊടുക്കുന്നുള്ളത്. അത് കറക്റ്റായിട്ട് ആ ഒരു ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. അപ്പോൾ റിസ്വാന പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാലോ, നമ്മളെ നിലപാട് കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പറയാൻ വേണ്ടി പറ്റാം. സെയിം ആയിട്ട് തന്നെ NSSന്റെ സമയത്ത് തന്നെ മറ്റൊരു എക്സ്പീരിയൻസ് കൂടി ഉണ്ട്. അതായത് ഈ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ സീനിയേഴ്സ് ആണ് കുട്ടികളെ സെലക്ട് ചെയ്യണത്. ഈ സമയത്ത് കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആ സമയത്ത് നമ്മളെ ഫുട്ബോളിന്റെ സമയമാണ്, ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വരണം, എന്നാലും കുട്ടികളെ സെലക്ട് ചെയ്യുള്ളൂ എന്ന് പറയണം. അപ്പം നമ്മൾ കുറച്ച് കുട്ടികളെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. ഒരുപാട് കുട്ടികളെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ കുട്ടികളും ക്യാമ്പിന് NSSന് സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ടീഷർട്ടും അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വരാണ്. അപ്പം നമ്മൾ ടീഷർട്ടൊന്നും ഇടാതെ നമ്മൾ സാധാരണ ഡ്രസ് കോഡിൽ വരുന്ന സമയത്ത് ഞങ്ങൾ സീനിയേഴ്സ് ഞങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് സാർ എടുത്ത് പോയി പറയുന്നുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ ആ NSS ക്യാമ്പിൽ ഏറ്റവും ഫസ്റ്റ് സെലക്ഷൻ കിട്ടുന്ന 2 കുട്ടികൾ ഞങ്ങളായിരുന്നു. ആക്സിഡന്റലി ഞങ്ങൾ രണ്ടാളും ഒരു പ്രൊജക്ടിന്റെ ഭാഗമാവുകയും ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അപ്പൊ ഒന്നും കൂടി അവിടുത്തെ പോയിന്റ്, അതായത് അള്ളാഹുവിന്റെ തൃപ്തിയെ പരിഗണിച്ച് ആരെങ്കിലും ജനങ്ങളുടെ തൃപ്തി അവഗണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ ഉള്ളിൽ നമ്മളെ കുറിച്ച് തൃപ്തി ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അറബിക് കോളേജ് വിദ്യാർത്ഥിനിയാണ്. പൂർണ്ണമായ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള NSS ക്യാമ്പിൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഹാൻഡ് ഷേക്ക് ബുദ്ധിമുട്ടുകളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ +1 മുതലേ ഗേൾസ് ഒള്ളി സ്ഥാപനമായ ജാമിയ നദിവയിലാണ് പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനത് കരുതുന്നത്, ഇത്തരത്തിൽ നിന്നുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അതുപോലെ തന്നെ പല ആഘോഷങ്ങളും നാം ഇന്ന് കണ്ടുവരുന്ന ഓണം, ക്രിസ്മസ് ആഘോഷങ്ങൾ വളരെ വിപുലമായാണ് ഇന്ന് ക്യാമ്പസുകളിൽ നടക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റും അതിനെ, ഈവൻ അധ്യാപകർ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ക്യാമ്പസ് ലൈഫ് അത് ഏറ്റവും നല്ല രീതിയിൽ മനോഹരമാക്കണം. ആകെ ഒരു ലൈഫാണുള്ളത്, ക്യാമ്പസ് ലൈഫാണുള്ളത്. അത് മാക്സിമം എൻജോയ് ചെയ്യണം എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് അത് ഏതൊരു ആഘോഷം വരുമ്പോഴും അതിന് സ്കോഡൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ എടുത്ത് അത് റീൽസ് ചെയ്ത് അതിൽ എത്ര വ്യൂ കിട്ടുന്നുണ്ട്, അതിലൂടെ ഞാൻ എത്ര ഫേമസ് ആവുന്നുണ്ട് എന്നൊരു ചിന്താഗതിയിലൂടെ പോവുകയാണ്. അപ്പം അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്നൊക്കെ ഒരു മുസ്ലിം വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഏത് നിലപാടാണ്, എങ്ങനെയാണ് നിൽക്കേണ്ടതുള്ളതെന്ന് റിസ്വാന സൂചിപ്പിക്കുന്നു. ഇവിടെ ഫിദ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ കോളേജുകളിൽ പല രീതിയിലുള്ള പരിപാടികളുണ്ടാവും. എന്ത് പരിപാടിയിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് DJ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇവൻറ്റ്സ് ഒക്കെ. ഇന്നലെ പോലും ഞാൻ പഠിച്ച ക്യാമ്പസിൽ ഒരു വലിയ ഇവൻറ്റ് നടക്കുകയാണ്. അതായത് ഏകദേശം ഈവനിങ്ങോട് കൂടി തുടങ്ങിയ ഒരു പ്രോഗ്രാം ഏകദേശം ഒരു രാത്രി 10 മണി വരെ നടക്കുന്ന ഒരു വലിയ ഇവൻറ്റ് നടക്കുകയാണ്. ഫുള്ള് ഗേൾസും ബോയ്സും മിക്സ്ഡ് ആയിട്ട് ഡാൻസ് ചെയ്യുന്ന പ്രോഗ്രാംസ്. പലപ്പോഴും ഈ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കും. അപ്പോൾ ഇപ്പം ഞാനൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഗ്രാമിൽ നിന്ന് എനിക്കിങ്ങനെ മാറി നിൽക്കാം. നമുക്കൊക്കെ പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാമുകളിൽ ഇൻവോൾവ് ആവേണ്ടി വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു മുസ്ലിം എന്നുള്ള നിലക്ക്, ഒരു മുസ്ലിം വിദ്യാർത്ഥിനി എന്നുള്ള നിലക്ക് ഇത്തരം പരിപാടികളിൽ നമ്മൾ എങ്ങനെ മാറി നിൽക്കണം?
നമ്മൾ അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആവാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൺവീനേഴ്സ് ആവാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മെയിൻ ആളുകളായിട്ട് മാറി നിൽക്കുക. അതിൽ നിന്ന് മാറി നിന്നിട്ട് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി. എന്നാൽ ആ പരിപാടിയിൽ നമ്മളുണ്ട്, നമ്മൾ പ്രസൻസ് അറിയിക്കും വേണം. എന്നാൽ ആ പരിപാടിയിൽ മറ്റ് ഇസ്ലാമികപരമായ ഇസ്ലാമിനെതിരെ നടക്കുന്ന പരിപാടികളിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം പരിപാടികളിൽ ഇൻവോൾവ് ആവണം. ഒരിക്കലും നമുക്കതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷേ നമ്മൾ അവസാനമായി ഒരു കാര്യം പറയാറുണ്ട് ഇസ്ലാമിലെ, ഒന്നിനും സാധിച്ചിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും അതിനെ വെറുത്തിട്ട് ആ പരിപാടിയിൽ ഇൻവോൾവ് ആവാന്നുള്ളൂ. മനസ്സുകൊണ്ടെങ്കിലും അതിനെ ഞാൻ അതിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ അതിൽ ഞാൻ അതിൻ്റെ ഭാഗമല്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനം എടുത്തിട്ടെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ അനിയത്തി ചെറുതാണ്, 4ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവളെ സ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യം ഓണം സെലിബ്രേഷൻ ഉണ്ടായപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പോകരുത്, നമുക്ക് പറഞ്ഞതല്ല, നമ്മുടെ ആഘോഷമല്ല, നമ്മളത് ആഘോഷിക്കരുതെന്ന്. അപ്പോൾ അവൾ സ്കൂളിലേക്ക് പോയി. അപ്പോൾ അവിടുന്ന് അധ്യാപകനോട്, ഒരു മദ്രസ അധ്യാപകനായ മുസ്ലിം അധ്യാപകനായ ഒരു അധ്യാപകനോട് അവൾ ചോദിച്ചു, സാറേ ഇങ്ങനെ ഓണം സെലിബ്രേഷൻ ഉണ്ട്, നമുക്കത് പാടില്ലല്ലോ, നമ്മളത് ആഘോഷിക്കരുതോ എന്നാണ് എൻ്റെ ഉമ്മയിപ്പൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എന്താ സാറേ ചെയ്യേണ്ടത്? എല്ലാവരും അതിൽ ആഘോഷത്തിൽ ഏർപ്പെടുന്നു, ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല, ആരും എൻ്റെ കൂടെ വരുന്നില്ല, ഞാൻ ഒറ്റക്കാണെന്ന്. അപ്പോൾ സാറ് പറഞ്ഞ കാര്യമുണ്ട്, ഒരു സ്കൂളിൻ്റെ ഭാഗമല്ലേ, അതിലൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കൂടാം, പ്രശ്നമൊന്നുമില്ല, ചെറുതായിട്ട് സദ്യയൊക്കെ കഴിക്കാം, ഒന്ന് ആ മത്സരങ്ങളിലൊക്കെ കൂടാം. ഓർക്കണം, ഒരു മുസ്ലിം അധ്യാപകനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത്രത്തോളം ആ ഒരു ചെറിയ കുരുന്ന് മനസ്സിൽ ആ ഒരു കാര്യം എത്തുമ്പം ആ ഒരു അവസ്ഥ കണ്ടല്ലേ ആ കുട്ടി വളർന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ആവേണ്ട ഒരു സാഹചര്യം, നേരത്തെ റിസ്വാന പറഞ്ഞ പോലെ അവിടെ നമ്മൾ ഇൻവോൾവ് ആവേണ്ട, അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിൽ ഇൻക്ലൂഡ് ആവേണ്ട ഒരു സാഹചര്യം അവിടെ വരികയാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ഷിഫ ഇവിടെ ബോധിപ്പിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ആഘോഷങ്ങളാണ്. കയറിയാൽ ഇറങ്ങണത് വരെ ആഘോഷങ്ങളാണ്. ഇപ്പോൾ പുതിയ പുതിയ കുട്ടികളായിട്ടാണ് കയറുന്നത് മുതൽ പിന്നെ ഇതുപോലെ ഓരോ DJ പാർട്ടികൾ ഉണ്ടാവും, പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പാർട്ടികളുടെ പരിപാടികൾ ഉണ്ടായിരിക്കും. ഓണായാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും എല്ലാ പരിപാടികളും ഇന്ന് ക്യാമ്പസുകളിൽ സജീവമാണ്. ഇപ്പം നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓണം സെലിബ്രേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സാരി ഉടുക്കാനും ഊഞ്ഞാല കെട്ടാനും അതുപോലെ ഓണസദ്യ സെറ്റ് ചെയ്യാനും പരിപാടികൾ സംഘടിപ്പിക്കാനും ഒക്കെ മുന്നിലുണ്ടാവുക നമ്മളെ മുസ്ലിം വിദ്യാർത്ഥികളാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതിൻ്റെ അടിസ്ഥാനം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ക്രിസ്മസ് എടുക്കുക, ക്രിസ്മസ് ആണെങ്കിലും അങ്ങനെ തന്നെ, കേക്ക് സെറ്റ് ചെയ്യാനും കേക്ക് കട്ട് ചെയ്യാനും, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ചുവപ്പും വെള്ളയും ഡ്രസ്സൊക്കെ ധരിച്ച് കോഡൊക്കെ ഉണ്ടാക്കി, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോ കോഡൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ റെഡി ആക്കാനുണ്ടാവുക നമ്മളെ മുസ്ലിം വിദ്യാർത്ഥികളാണെന്നുള്ളത് ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ആഘോഷങ്ങളുടെ ഒക്കെ അസുല് പരിശോധിക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ് ഇത് ഉണ്ടായത്? നമുക്കറിയാം, ഇപ്പം ഞാൻ പറഞ്ഞ രണ്ടും, ക്രിസ്മസ് ആയാലും ഓണാഘോഷം ആയാലും ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ്. നമ്മൾ ശിർക്കിനെ എത്രമാത്രം വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? മഹാപാപങ്ങൾ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ശിർക്കൻ ആചാരങ്ങൾ കടന്നു വരുന്ന ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഈ ആഘോഷങ്ങളുടെ സംഘാടകരായിട്ട് നമ്മൾ മാറുകയാണ് ക്യാമ്പസുകളിൽ. അതിൻ്റെ നടത്തിപ്പുകാരായിട്ട് നമ്മൾ മാറുക എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു സ്ഥിതിയാണ്. കാരണം നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്തരം ക്യാമ്പസുകളിൽ ഇത്തരം ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൽ സഹകരിച്ച് കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. യാതൊരു തരത്തിലും നമുക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും അതിനോട് സഹകരിക്കില്ല എന്നുള്ള ആ ഒരു മനസ്സോടുകൂടി തന്നെ അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സംഘാടനങ്ങളിൽ നിന്ന് അത് സംഘടിപ്പിക്കുന്നവർ തന്നെ നമ്മളായിട്ട് മാറുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ പടച്ചോനോട് എപ്പോഴും പ്രാർത്ഥിക്കുക, പടച്ചോനെ എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തണേ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതന്നല്ലേ വൈബ്, ഇനി ഇത് കഴിഞ്ഞാൽ ഈ വൈബ് ഒന്നും പിന്നെ കിട്ടൂലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇപ്പം നമുക്ക് തോന്നുന്നു എന്ത് രസമാണ് ഓല ആഘോഷിക്കണം, നമ്മൾ കുടുങ്ങിപ്പോയതാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പടച്ചോൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പറയാം, പടച്ചോനെ എനിക്ക് അത് ചെയ്യാൻ, അത് ആഘോഷിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സ്വാഭാവികമായിട്ടും മനുഷ്യർ എന്നുള്ള നിലക്ക് ആഘോഷങ്ങൾ ആസ്വാദനങ്ങളോടൊക്കെ ഒരു ചായ്വുണ്ടാവും.
പക്ഷെ നമ്മൾ ഈമാൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ പറയാ പക്ഷേ പടച്ചോനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ള ആ ഒരു മനസ്ഥിതിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാ, ഞാൻ വീണ്ടും പറയാണ്, കാരണം ഒരു അറബിക് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലക്ക് ഇത്തരത്തിൽ നിന്നുള്ള ആഘോഷങ്ങളിൽ നിന്ന് ഒന്നും ഒക്കെ വിട്ടു നിൽക്കാൻ കഴിയുന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, ഇങ്ങനത്തെ ബാക്കിയുള്ള കോളേജിൽ പഠിക്കുന്ന ആളുകളോട് സൂചിപ്പിക്കാറുണ്ട്, ഇങ്ങനെ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മാറി നിൽക്കണം കേട്ടോ, അത് നമുക്ക് നമ്മളെ മതത്തിൽ പറഞ്ഞതല്ല. അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യമുണ്ട്, എങ്ങനെയാ ഫിദ നമ്മൾ മാറി നിൽക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരോടത് പറഞ്ഞു കൊടുക്കുക, അവരപ്പോൾ നമ്മളെ കളിയാക്കില്ലേ, നമ്മളെ ഒറ്റപ്പെടുത്തില്ലേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അവരുടെ ബോധ്യമാണ് നമുക്ക് വേണ്ടിയത്. നാളെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്, അല്ലാണ്ട് അവരല്ല നമുക്ക് നരകവും സ്വർഗവും വിധിക്കുന്നത്. നമുക്കുള്ളത് നമ്മളാണ് ഇവിടുന്ന് സമ്പാദിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ നിലപാട് സ്വീകരിക്കണം. അവിടെ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്കാണ് സഹാബാക്കൾ ജീവിച്ചത്, ഒറ്റക്കാണ് പ്രവാചകന്മാർ ജീവിച്ചത്, ഒറ്റക്കാണ് ഓരോ വിദ്യാർത്ഥിനികളും ഇത്തരത്തിലുള്ള അരാജകത്വങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരമുള്ള ഈ ഒരു ആഘോഷങ്ങൾ മറ്റു ക്യാമ്പസുകളിൽ എങ്ങനെയാണ്? എൻ്റെ കോളേജ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭാരത് മാതാ ലോ കോളേജ് എന്ന പേര്, അതായത് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണ് ഞങ്ങൾക്കുള്ളത്. അപ്പം ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം എനിക്ക് ക്രിസ്മസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണുള്ളത്. എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് വലിയ രീതിയിൽ അവർ ആഘോഷിക്കും. അപ്പം കോളേജിൽ ഇങ്ങനെ ഡ്രസ് കോഡ്, റെഡ് ഓർ ബ്ലാക്ക് ഡ്രസ് കോഡ് ഇട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഞാനുണ്ടാവില്ല, ഞാൻ വീട്ടിൽ പോവാണെന്ന് എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു. പക്ഷെ അതിനേക്കാൾ സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ 2 ദിവസം 3 ദിവസം മുന്നൊക്കെ ഈ കരോൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇങ്ങനെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് ഒരാൾ വേഷം കെട്ടും, ഡ്രസ്സ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ എല്ലാ വീട്ടുകളിലും പോയി പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച്, അതാണ് ഈ കരോൾ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് തെക്കൻ ഭാഗത്ത് വളരെ ആഘോഷമായി കാണുന്നൊരു സംഭവമാണ്. അപ്പം ഞങ്ങളെ കോളേജിൻ്റെ കരോള് രാത്രി 8 മണി മുതൽ 11 മണി വരെയാണെന്ന് പറഞ്ഞു. ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണ്, എൻ്റെ കോളേജിൻ്റെ ഹോസ്റ്റലിൽ ഞാൻ മാത്രമാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും അന്ന് ഹോസ്റ്റലിൽ കയറിയത് 12 മണിൻ്റെ ശേഷമാണ്. ഡാൻസും കളിയും പാട്ടും ഒക്കെ ആയി, ഇവൻ കള്ളു കുടിച്ച ഗേൾസും ബോയ്സും ഡാൻസൊക്കെ കളിച്ച് റോട്ടിലൂടെ ഇങ്ങനെ പോകുക, എല്ലാ വീട്ടിലും പോവുക, പൈസ മേടിക്കുക. ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അമ്പരപ്പ് എനിക്കിങ്ങനെ ഫീൽ ചെയ്യേണ്ടിയിരുന്നു. അവരൊക്കെ ചോദിക്കും, നിനക്കൊക്കെ എന്ത് എൻ്റർടൈൻമെൻറ്റാണ് ഉള്ളത് ലൈഫിൽ, ഇതിനൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഞാൻ പറയും, നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങളുടെ ഉദ്ദേശം എന്താണ്, പടച്ചോന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷമാണ് ഉള്ളിൽ. അപ്പോൾ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ആ കരോള് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ഞാനതിൽ പങ്കെടുത്തിട്ടില്ല എന്നും കൂടി ആ കുട്ടികളെ കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റർമിക്സ്ഡ് ഡാൻസ്, ഭയങ്കര ഡാൻസും പരിപാടിയും ചണ്ടൊക്കെ കൊട്ടി ഇങ്ങനെ റോട്ടിലൂടെ നടന്ന് എല്ലാ ഹോസ്റ്റലിലും എല്ലാ വീടുകളിലും നടന്ന് അവരേക്കൊന്ന് പൈസ വാങ്ങുന്നത് ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര സങ്കടം അവരെ കാണുമ്പോൾ. എനിക്ക് ആദ്യമായിട്ടാണ് ആ എക്സ്പീരിയൻസ്, അതിൽ ഭയങ്കര അമ്പരപ്പായിരുന്നു എനിക്കത് കണ്ടപ്പോൾ. ഇപ്പോൾ ഇവിടെ മിൻഹ പറഞ്ഞതുപോലെ തന്നെ വേറൊരു ഓണത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാനുള്ളത്. അതായത് എൻ്റെ ക്ലാസ്സിൽ ഏകദേശം 53 കുട്ടികളുണ്ട്. അതിൽ ഒരു 45-ന് മുകളിൽ, ഏകദേശം ഒരു 95% മുകളിലും കുട്ടികൾ എന്തെടുത്ത് ഓണത്തിനൊക്കെ ഡ്രസ് കോഡ് എടുത്ത് ഗേൾസൊക്കെ സാരിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഞാനും എൻ്റെ ഫ്രണ്ടും തുടങ്ങി 1-2 ആളുകൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് മാറി നിന്ന്. നമ്മൾ മാത്രമായി ഡ്രസ് കോഡ് എടുക്കാത്തത്. എല്ലാവരും എന്നിട്ട് ചോദിക്കായി, നിങ്ങൾ മാത്രം എന്താ ഡ്രസ് കോഡ് എടുക്കാത്തത്, നിങ്ങൾ മാത്രം എന്താ ഇതിൽ വരാത്തത്, ശരിക്കും ഇസ്ലാമിൽ ഓണം ആഘോഷിക്കാൻ പാടില്ലേ തുടങ്ങിയിട്ട് നമ്മളെന്തോ ഒരു പരിഹസിക്കുന്ന രീതിയിൽ നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ മിൻഹ പറഞ്ഞു, അല്ലെങ്കിൽ ഫിദ തുടക്കത്തിൽ പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടും. അതെ, നമ്മൾ ഒറ്റപ്പെടുത്ത് പോവുകയാണ്. നമ്മൾക്ക് കൂട്ടിന് വേറെ ആരും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും, നീ ഒരു വലിയ മുജാഹിദ്കാരി, അല്ലെങ്കിൽ നിന്റെ ഒരു സ്റ്റുഡൻസ് വിങ് എന്നൊക്കെ എത്രയോ പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാ. അപ്പം നമുക്ക് മിൻഹ പറഞ്ഞതുപോലെ തന്നെ ഒരു ആശ്വാസമാണ്, പഠിച്ചോനെ നാളെ പരലോകത്തൊക്കെ ഉള്ളതാണല്ലോ ഇത് എന്നുള്ള ഒരു ആശ്വാസം നമുക്ക് കിട്ടും. അതാണ്, ഒറ്റപ്പെടുത്തിയാലും ആ ഒറ്റപ്പെടുത്തലിൽ പോലും എന്തുണ്ടാവണം, ഒരു ആസ്വാദനം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചത് ക്യാമ്പസുകളിലെ ആഘോഷങ്ങളെ കുറിച്ചാണ്. അതുപോലെ തന്നെ ക്യാമ്പസിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് വസ്ത്രധാരണ എന്ന് പറയുന്നത്. ഇപ്പം അടുത്തിടെ വായിച്ചൊരു പുസ്തകമാണ് പർദ്ദയിട്ട പെൺകുട്ടി എന്നത്. അതിലൊരു കഥാപാത്രമുണ്ട്, കമറു. അവൾ സെക്യുലർ ക്യാമ്പസിൽ പഠിക്കാൻ ആഗ്രഹത്തോടു കൂടി ക്യാമ്പസിലേക്ക് പോവുകയാണ്.
അവിടെ ഹോസ്റ്റലിൽ അവൾക്ക് റൂംമേറ്റ് ആയിട്ട് കിട്ടിയത് ഒരു സീനിയർ വിദ്യാർത്ഥിനിയാണ്. വളരെ മോഡലായ ഇപ്പോഴത്തെ ട്രെൻഡിന് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് അത്. അപ്പൊ ഈ കമറുവിന്റെ, അതായത് ഇവളുടെ ഈ വസ്ത്രധാരണയും ഇസ്ലാമിക രീതിയും എല്ലാം കണ്ടുകൊണ്ട് അവൾക്ക് വളരെയേറെ സന്തോഷം തോന്നി, അതിലേക്ക് സ്വാധീനം തോന്നുകയാണ്. അങ്ങനെ ആ ഒരു മോഡലിസ്റ്റ് ആയ, അത്രയും ട്രെൻഡോടുകൂടി ജീവിക്കുന്ന ആ ഒരു കുട്ടി, കോളേജിലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി എന്തെയാണ്, പിന്നീട് പിറ്റേ ദിവസം പർദ്ദ ഇട്ടുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് ക്യാമ്പസിലേക്ക് ചെല്ലുകയാണ്. ഇത് കണ്ടതോടുകൂടി അവിടെയുള്ള എല്ലാവരും ഇവളുടെ നേരേക്കല്ല വരുന്നത്, മറിച്ച് ആ കമറു എന്ന ഒരു കുട്ടിന്റെ നേരേക്കാണ് വരുന്നത്. അവളെ ആക്ഷേപിച്ച് അവിടെ മുദ്ര കുത്തുകയാണ് ചെയ്യുന്നത്. പർദ്ദയിട്ട ഹിജാബ് ധരിച്ച കമറു എന്ന് പറയുന്ന ആ ഒരു കുട്ടിനെ അവിടെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് ഈ മോഡലായ കുട്ടി ഈ മാറി വന്നതിനെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തില് എറണാകുളം പോലെയുള്ള ജില്ലകളിൽ പഠിക്കുന്ന മിൻഹനെ പോലുള്ള വിദ്യാർത്ഥികൾ, അവിടെ LLB സ്റ്റുഡൻ്റ് ആയ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, വസ്ത്രധാരണ മൂലം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഡേ ഞാൻ കോളേജിൽ പോയത് പർദ്ദ ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, മിൻഹ കുഡ് യു പ്ലീസ് സ്റ്റേ ബാക്ക് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ മിസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാറി നിന്നു. കുറച്ചിന് ശേഷം എല്ലാവരും പോയതിന് ശേഷം എന്നോട് പറഞ്ഞു, പർദ്ദ കോളേജിലേക്ക് അലൗഡ് അല്ല കേട്ടോ, പർദ്ദ ഇട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, നാളെ എന്നോട് ഹിജാബ് ഇട്ടിട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ പർദ്ദ ഇട്ട് ഞാൻ ആലുവയിലൂടെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നടക്കുമ്പോൾ, നമ്മളൊക്കെ എന്തിനാണ് പർദ്ദ ഇടുന്നത്? ആരും നമ്മളെ ശരീര വടിവുകൾ കാണാതിരിക്കാൻ, അല്ലെങ്കിൽ ആരും നമ്മളെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ പർദ്ദ ഇടാന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകര സംഭവമാണ്. പർദ്ദ ഇട്ട് പോണത് എന്നത് കാണുമ്പോൾ ഇങ്ങനെ ഞാൻ എങ്ങനെയാണ് പോകണത്, അത് ഫുള്ള് ഞാൻ അവരെ കണ്ണിൻ്റെ സൈറ്റ് തീരണത് വരെ അവരെ നോക്കിയിരുന്നു. കാരണം പർദ്ദ എന്ന് പറയുന്നത് അവിടെ വേറെ എന്തോ ഒരു സംഭവമാണ് എറണാകുളത്ത്. ഇതേപോലെ എൻ്റെ യൂണിഫോം LLB നമുക്ക് LLBൻ്റെ യൂണിഫോം എന്ന് പറയുന്നത്, ലോ സ്റ്റുഡൻസിൻ്റെ യൂണിഫോം എന്ന് പറയുന്നത് ഒരു സ്യൂട്ടും പാൻറ്റുമാണ്. ഫോർമൽസ് എന്ന് പറയുന്നത് ഒരു ബ്ലേസറും പാൻറ്റും, സാധാ യൂണിഫോം എന്ന് പറയുന്നത് ഒരു വൈറ്റ് ഷർട്ടും ഇത്രയുള്ള ഒരു കോട്ടും അതിലേക്കൊരു പാൻറ്റുമാണ്, ഒരു സ്യൂട്ട് പാൻറ്റുമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഫസ്റ്റ് അവിടെ ഞങ്ങൾ അഡ്മിഷന് പോയ സമയത്ത് ഇത്രയുള്ള കൈയാണ് എല്ലാവരും ഇട്ടത് കണ്ടു. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര ടെൻഷനായി, ഇതെങ്ങനെ ഇടും എന്നാലോചിച്ചിട്ട്. അങ്ങനെ ഉമ്മ അവിടുത്തെ കുട്ടികളോട് ചോദിച്ചപ്പോൾ ഇല്ല, ഫുൾ കൈ അടിച്ചാൽ കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഡ്രസ്സ് അടിക്കാൻ കൊടുത്തപ്പോൾ, അല്ല യൂണിഫോം അടിക്കാൻ കൊടുത്തപ്പോൾ ഫുൾ കൈ ആണ് അടിച്ചത്. മാക്സിമം ഇത്രയാണ് ഞങ്ങളെ കോട്ടിന് ഉള്ള സൈസ് അളവ്. മാക്സിമം ഞാൻ ഇറക്കി, മാക്സിമം ലൂസാക്കി, മാക്സിമം പാൻറ്റൊക്കെ ലൂസാക്കിയിട്ടാണ് ഞാൻ കോളേജിൽ ചെന്നപ്പോൾ ഞാൻ മാത്രമാണ് പപ്പടം പൊരിച്ച പോലത്തെ ഒരു യൂണിഫോം ഇട്ട് വരുന്നത്. ബാക്കി എല്ലാവരും ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള നല്ല സ്യൂട്ട് പോലത്തെ LLB, കണ്ടാൽ തന്നെ LLB സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നും. എന്നെ കണ്ടാൽ ശരിക്കും പപ്പടം പൊരിച്ച പോലെ ഉണ്ടാവുക. കാരണം അത്ര ലൂസ്. ഞാനൊന്ന് കൈ ഇങ്ങനെ ആക്കിയാൽ ഇതിൽ കൂടെ ഇങ്ങനെ കാറ്റ് പറന്നിട്ട് ഇവിടെ ഇങ്ങനെ പൊങ്ങി ബലൂൺ പോലെ നിൽക്കും. അത്രയും ലൂസ് ഡ്രസ്സാണ് ഞാൻ പറഞ്ഞാൽ. നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലായിട്ട് കൂടി ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ്, ഇസ്ലാമിൻ്റെ രീതിയിൽ നമുക്ക് നടക്കാൻ പറ്റും. എത്ര ചാലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും അള്ളാഹു നമുക്ക് അതിനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു വഴി നമുക്കതിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ക്യാമ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വീണ്ടും ഷെയർ ചെയ്യാനുള്ളതും. അപ്പോൾ ക്യാമ്പ് ആകുമ്പോൾ, NSS ക്യാമ്പ് ആകുമ്പോൾ എസ്പെഷ്യലി നമ്മൾ കിടക്കാനൊക്കെ എന്തായാലും 2:30-3 മണിയൊക്കെ ആവും. അതുപോലെ തന്നെ എത്ര നേരം വൈകി കിടന്നുണ്ടെങ്കിലും രാവിലെ കൃത്യം 5:30 ആകുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് വരണം. അപ്പോൾ ഇത്രയും സമയം 2:30 വരെ അല്ലെങ്കിൽ 1:30-3:30 സമയത്തൊക്കെ നമ്മൾ ബോയ്സും ഗേൾസൊക്കെ ഒരുമിച്ച് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്കപ്പോഴും നമ്മൾ ഷോൾ ഇങ്ങനെ ഇട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ നമ്മൾ തലയിൽ നിന്ന് ഷോൾ ഒഴിവാവുന്ന ഒരു 3-4 മണിക്കൂറുകൾ മാത്രമേ ഇവരും കണ്ടിട്ടുള്ളൂ. ഗേൾസ് ആണെങ്കിൽ ഒരു 3-4 മണിക്കൂർ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവർ ചോദിക്കും, എത്ര നേരം നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇട്ടുകൊണ്ട് നിൽക്കുന്നതെന്നുള്ള ചോദിക്കും. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു തവണ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച്, ക്യാമ്പും തന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ സാറ്, നമ്മളെ പ്രോഗ്രാം ഓഫീസേഴ്സ് തന്നെ നമ്മളെ കൂടെ വന്നിരുന്നു. അങ്ങനെ സംസാരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ തലയിലെ തട്ടം എന്നുള്ളത് വിഷയം ഒരു സംസാരമായിട്ട്, ഒരു ഡിസ്കഷനായിട്ട് മാറുകയും അതിൽ സാറ് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കതിനെ എതിർക്കേണ്ടി വന്നു. സാറ് പറഞ്ഞു, ഖുറാനിൽ പറഞ്ഞിട്ടില്ല തട്ടമിടണം എന്നുള്ളത്. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആയത്തൊക്കെ അറിയുന്നതുകൊണ്ട് ആ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞു, ഇല്ല സാറേ, നമ്മൾ സൂറത്ത് നൂർ പരിശോധിക്കുകയാണെങ്കിൽ സൂറത്ത് നൂറിൽ ഇല്ലാമാ ലൊഹറ മിൻഹ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും. അപ്പോൾ സാർ തിരിച്ചു പറഞ്ഞു, ഇല്ലാമാ ലൊഹറ മിൻഹ എന്നല്ല, ഇല്ലാമാ അസറ മിൻഹ ആണ് എന്ന് പറഞ്ഞു. അതായത് അത്രയും ഭയങ്കര പരിഹാസത്തോടെ നമ്മളെ മറുപടിയെ ഇല്ലാതാക്കി, നമ്മൾ പറഞ്ഞത് കാര്യമാണെന്ന് മനസ്സിലായിട്ടും ബോധ്യപ്പെട്ടിട്ട് കൂടി സാർ ഇതിനെ വെറും ചെറുതാക്കി കാണുന്ന രീതിയിൽ ഇല്ലാമാ അസറ മിൻഹ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു.
പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞ സൂറത്ത് അഹ്സാബിലാണെന്നുണ്ടെങ്കിലും യാ യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക എന്ന് പറയുന്ന ആയത്തും പറഞ്ഞു. അപ്പോൾ ഈ ആയത്തൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ആയത്ത് പറയുന്നത്. അപ്പോൾ സാർ പറഞ്ഞു നിങ്ങൾ രണ്ടാളും ലെസ്ബിയൻസ് ആണ്, അങ്ങനെ ഒരു തരത്തിൽ സംസാരം വന്നു. അതായത് ഒരേപോലെ കാര്യങ്ങൾ സംസാരിക്കുന്നു, ഒരേപോലെ ഡ്രസ്സ് ഇടുന്നു, ഒരേപോലെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് ഷോൾ വരെ ധരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ കളേഴ്സാണ് ഡ്രസ്സ് ഇടുന്നത്, അതുകൊണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ആയത്ത് പറഞ്ഞിട്ടും സാറിനോട് പറഞ്ഞു സാർ വേണമെങ്കിൽ ഇതിൽ ഖുറാൻ എടുത്ത് ചെക്ക് ചെയ്തോളൂ, ഫോണിലെടുത്ത് നോക്കിക്കോളൂ പറഞ്ഞ സമയത്തും സാറ് പറഞ്ഞു ഖുറാനിൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ തഫ്സീറിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾ പോയി തഫ്സീർ എടുത്ത് പഠിക്കണം, നിങ്ങൾ എന്തോ നിങ്ങളെ ടീച്ചർമാർ എന്താണോ പറഞ്ഞു തരുന്നത് അത് വെറുതെ നിങ്ങൾ അത് കേട്ട് പഠിക്കുക, അല്ലെങ്കിൽ അത് ബൈഹാർട്ടാക്കുക എന്നല്ലാതെ അതിന് തഫ്സീറുകൾ നിങ്ങൾ നോക്കണില്ല, മുഫസ്സിറുകളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫെബി പറഞ്ഞിട്ടുള്ള പോയിന്റിലേക്ക് തന്നെയാണ് വരുന്നത്. നമുക്ക് ഒരുപാട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളെ പോയിന്റ് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളെ വസ്ത്രധാരണം കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അവരെ കാണിക്കാൻ പറ്റും. അതായത് രാത്രി 2:30 വരെ ആണെങ്കിലും ശരി, 3:30 വരെ ആണെങ്കിലും ശരി, എത്ര നേരം ആണെങ്കിലും ശരിയും നമ്മളെ മഹറമല്ലാത്ത ആളുകളുടെ മുന്നിൽ നമുക്ക് ഷാള് ഊരാൻ പറ്റൂല എന്നുള്ള ഒരു വല്ലാത്തൊരു പാഠം, അല്ലെങ്കിൽ വലിയൊരു പാഠം നമുക്ക് അവരെ മുന്നിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അവിടെയൊക്കെ പഠിച്ചവരുടെ സഹായം നമുക്ക് നമ്മളറിയാത്ത രീതിയിൽ ഉണ്ടാവുന്ന ും കൂടെ ചേർത്ത് പറയണം. അപ്പോൾ ഫിദ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരുപക്ഷെ നമ്മളെ വസ്ത്രധാരണ കൊണ്ട് നമ്മൾ തിരിച്ചറിയപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ കോളേജിൽ ഇതുപോലെ സീസണിന്റെ ഭാഗമായിട്ട് ഒരു പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടികൾ എല്ലാവരും ഭയങ്കര ഡിസ്കഷനിലാണ്. അപ്പോൾ സംഭവം ഞാനൊന്നും അറിയണില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവര് പുതിയ സിനിമ റിലീസായിട്ടുണ്ട്, അപ്പോൾ ഒരുമിച്ച് തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ അറിയണത്. അങ്ങനെ ഞാൻ ഒരു ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് എൻ്റെ ഷോള് കണ്ടപ്പോൾ ഈ തിയേറ്ററിക്കൊന്നും വരൂല എന്ന് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ടാണ് എന്നെ വിളിക്കാണ്ടിരുന്നത് എന്നാണ് പറഞ്ഞത്. ഞാൻ ആ സമയത്ത് തന്നെ ഇവളോട് ഞാൻ പറഞ്ഞു, ഇവക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഈ ഒരു പോയിന്റ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, കുട്ടികളെടുത്ത് പറയണം. അതായത് നമ്മൾ ജീവിതം കൊണ്ട് ചിലപ്പം നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ കണ്ടിട്ട് മാതൃകയാക്കണം, അല്ലെങ്കിൽ നമ്മളിലൂടെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ പറയണ്ടല്ലോ ഹിജാബിന്റെ പർപ്പസ് ഒക്കെ പറയുന്ന സമയത്ത്, അതായത് ഹിജാബിന്റെ ലക്ഷ്യം പറയാണ്, ഒന്നാമത്തെ നിങ്ങൾ തിരിച്ചറിയപ്പെടാനും നിങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അപ്പം കൃത്യമായിട്ടും ഹിജാബ്, ഇസ്ലാമിലെ ഹിജാബ് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും അത് അഭിമാനത്തോടു കൂടി അതിൻ്റെ ഐഡന്റിറ്റി ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ളതാണ്. പലപ്പോഴായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള ആ കുട്ടികൾ പോലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതായത് ഹിജാബ് എന്ന് പറയുമ്പോൾ കേവലം ഒരു ജീൻസും ടീഷർട്ടും ഇട്ടാൽ അതിൻ്റെ മേലൊരു ഷോൾ ഇട്ട് കഴിഞ്ഞാൽ ഹിജാബ് ആയില്ലേ, ഹിജാബ് കൊണ്ട് കിട്ടുന്ന സാധനം തലമുടി മറക്കലല്ലേ, അത് കിട്ടൂലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിലെ ഹിജാബിന്റെ സങ്കല്പം എന്ന് പറയുന്നത് 2 ടേമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ഹിമാറാണ്, രണ്ടാമത്തേത് ജിൽബാബാണ്. അപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണം പറയുന്നിടത്ത്, അതായത് നമ്മളെ കട്ടിയുള്ള നീള കുപ്പായത്തിന് മുകളിലൂടെ ഒരു മുഖമക്കനുകൾ താഴ്ത്തിയിടണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ്, അതായത് ഹിജാബിലൂടെ മറക്കപ്പെടേണ്ട ഭാഗങ്ങൾ മറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. അത് കൃത്യമായിട്ടും കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ഖുർആനിലെ അതായത് സിന എന്നാണ് ഉപയോഗിക്കുന്നത്, നമ്മളെ സൗന്ദര്യം അത് കൃത്യമായിട്ടും എത്രത്തോളം മറക്കാൻ പറ്റുമോ അത്രത്തോളം മറച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പ്രത്യക്ഷപ്പെടാം. ഇല്ലാ ലൊഹറ മിൻഹ, നിങ്ങൾ പ്രത്യക്ഷമായതൊഴികെ ബാക്കിയൊക്കെ മറക്കാം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ കൃത്യമായിട്ടും ഹിജാബ് കൊണ്ട് മറക്കേണ്ട ശരീരത്തിന്റെ ഭാഗങ്ങൾ മറച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അവിടെ ഈ ഒരു സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം പ്രത്യക്ഷമാകുന്ന സമയത്ത് അത് എന്നിലൊരു അലോസരപ്പെടുത്തൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് ഒരു ഡിസ്കംഫേർട്ട് ആണെന്നുള്ള സാധനം നമുക്ക് തന്നെ ഫീൽ ചെയ്യണം. നമ്മളെ ഹിജാബിന്റെ മറക്കപ്പെടേണ്ട ഭാഗങ്ങൾ പുറത്തേക്ക് കാണുന്ന ഒരു സമയത്തും ആ ഒരു ബോധം, ആ ഒരു ധാരണ നമുക്ക് ഉണ്ടാവാന്നുള്ളതാണ്. എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്താണ് ഹിജാബ് 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 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അറബി കോളേജിൽ വീണ്ടും ഞാൻ പറയാണ്, പഠിക്കുന്ന വിദ്യാർത്ഥി നിലക്ക് ഇത്തരത്തിലുള്ള ഹിജാബിന്റെ ഒരു അവസര അല്ലെങ്കിൽ ഹിജാബിന്റെ ഒരു പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല. പക്ഷെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുമ്പോൾ ആ ഒരു ക്ലാസ്സിൽ ഹിജാബ് ധരിക്കുന്നത് ഞാനും വേറെ 2 പേര് മാത്രമാണ്. അപ്പൊ മുസ്ലിം വിദ്യാർത്ഥിനി തന്നെയായ ഒരു കുട്ടി വന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്, ക്ലാസ്സിൽ അവസാന ദിവസം ടീച്ചർ വന്ന് പറഞ്ഞു ഓരോ കുട്ടികൾ എണീറ്റ് നിൽക്കുക, ഓരോരുത്തരും അവരുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പറയണമെന്ന്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പൊ ടീച്ചർ എല്ലാവരോടും ചോദിച്ചു ഫിദന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പറയണമെന്ന്. അപ്പം എല്ലാവരും ഒരൊറ്റ കാര്യം പറഞ്ഞത്, ഫിദക്കൊരു നെഗറ്റീവ് മാത്രമാണ് ടീച്ചറെ ഉള്ളത്. എന്താ ചോദിച്ചു, ഷീ ഓൾവേസ് വിയർ ദി ഹിജാബ്, എപ്പോഴും ഹിജാബ് ധരിച്ചാണ് അവൾ നടക്കുന്നത്. ഒരു
ഗേൾസ് ഓൺലി ക്യാമ്പസ് ആണ്, അവിടെ അധ്യാപകർ പോലും ഗേൾസ് ആണ്, ആരും ജെൻസ് ആയിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് അവൾ ഹിജാബ് ധരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ഗേൾസ് മാത്രമല്ല, പലപ്പോഴും വന്ന് ചോദിക്കാറുണ്ട്, ഡോണ്ട് യു ഫീൽ സഫോക്കേറ്റഡ് വൈൽ വിയറിംഗ് ദിസ് ഹിജാബ് എന്ന്. അഭിമാനത്തോടു കൂടി ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പറയാൻ സാധിക്കണം, അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പ്രണയമാവട്ടെ, ഡേറ്റിംഗ് ആവട്ടെ, അങ്ങനെ മറ്റു പലതും. ഇവിടെ ഒരു സങ്കടകരമായ ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു അറബിക് കോളേജിൽ വിദ്യാർത്ഥിനി ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഒരാണും പെണ്ണും സംസാരിക്കുമ്പോൾ സാധാ ഒരു കോളേജിലെ വിദ്യാർത്ഥിനേക്കാളും ഒരുപാട് വിമർശനങ്ങൾ ഒരു അറബിക് കോളേജിൽ ഒരാണും പെണ്ണും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു അറബിക് കോളേജിലെ റിലേഷൻഷിപ്പ് ഇന്റൻസിറ്റി അത് എങ്ങനെയാണെന്ന് ഷിഫ ബോധ്യപ്പെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അറബിക് കോളേജുകളുടെ വിഷയം എടുത്താലും ഇനി മറ്റ് ക്യാമ്പസുകളിലെ വിഷയം എടുത്താലും ഇപ്പോൾ അതൊരു സർവ്വസാധാരണമായിരിക്കുകയാണ്. അതായത് ആൺ പെൺ സൗഹൃദം ഒന്നുകൂടെ കടന്നിട്ട് പ്രണയബന്ധങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുറവായിട്ട് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്യാമ്പസുകളുടെയൊക്കെ സ്ഥിതി പരിശോധിച്ചാൽ നമുക്കറിയാം, ക്യാമ്പസിൽ നിന്ന്, ക്ലാസ് റൂമിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരു ബോയ് ഫ്രണ്ട് വേണം, കൂൾ ബാറിൽ കൊണ്ട് കറങ്ങി നടക്കാൻ ഒരു ബോയ് ഫ്രണ്ട് വേണം, ക്ലാസ് കട്ട് ചെയ്ത് കൂടെ നടക്കാൻ ഒരു ബോയ് ഫ്രണ്ട് വേണം. അതൊന്നും ഇല്ലെങ്കിൽ ഒരു മോശമായിട്ട് കാണുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കമിതാക്കൾക്ക് പ്രത്യേകം ഏരിയ തന്നെയുള്ള കോളേജുകളുണ്ട്. അതായത് അതൊക്കെ കൊണ്ട് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിലൊന്നും വലിയ താല്പര്യം കാണിക്കാതെ മാറി നിൽക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു വിചിത്ര രൂപിയെ നോക്കുന്ന പോലെ പരിഹസിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രണയം തെറ്റാണോ? അല്ല, അല്ലേ? പ്രണയം ഉണ്ടാകാം. മനുഷ്യന്മാർ ആണും പെണ്ണും തമ്മിൽ ഉണ്ടാകാവുന്ന സ്വാഭാവികമായൊരു വികാരമാണ്. പക്ഷെ പ്രണയം ഹലാലാകുന്നത് അത് നിക്കാഹിന് ശേഷമാണ്, വിവാഹത്തിന് ശേഷമാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്. പഠിച്ചോനെ, എനിക്ക് എൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ അതിലേക്ക് വൈകാരികമായിട്ട് അതിനോടൊരു ചായ്വ് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ ഈമാൻ അവിടെ നമ്മളെ രക്ഷിക്കണം. പടച്ചോനെ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നമ്മൾക്ക് വരാൻ പറ്റണം. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു പ്രായത്തിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാവാം, ഇതാണ് എല്ലാം, ഇതാണ് എൻ്റെ ജീവിതം, അല്ലേ? ഇത് വിട്ടിട്ട് വേറെ കളിയില്ല എന്നൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് എല്ലാത്തിനേക്കാളും വലുത് നമുക്ക് ആ ബന്ധങ്ങളായിരിക്കും. പക്ഷെ അത് വെറും ഒരു നേരം പോക്ക്, അല്ലെങ്കിൽ ഒരു കുമിളയുടെ ആയുസ് മാത്രമുള്ള ബന്ധങ്ങളായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് പടച്ചവൻ്റെ തൃപ്തിയാണ്. ആ പടച്ചവൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. അപ്പം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളായാലും, നമ്മുടെ ചിന്തകളായാലും നമ്മുടെ പ്രവർത്തനങ്ങളായാലും പടച്ചവൻ്റെ തൃപ്തിക്ക് അവിടെ സ്ഥാനമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം പറയുമ്പോൾ പഠനം കൊണ്ട് മുന്നേറുകയാണ് ഓരോ വിദ്യാർത്ഥികളും. അപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനെ എടുത്ത് നോക്കുമ്പോൾ രാവിലെയും ട്യൂഷൻ, വൈകുന്നേരം ട്യൂഷൻ, അങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു സ്കൂൾ ജീവിതത്തിൽ ഇങ്ങനെ പോവുകയാണ്. ഒരു ലൈവ് ക്യാമ്പസ് എടുത്ത് നോക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ പറയുന്നത് വളരെ ശോചനീയമാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമസ്കാരം എത്രത്തോളം കുട്ടികൾ നിലനിർത്തുന്നുണ്ട്? അല്ലെങ്കിൽ ഒരു കുട്ടി ഇപ്പോൾ രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ചിലപ്പോൾ എല്ലാ ക്ലാസ്സും, നൈറ്റ് ക്ലാസ്സും മറ്റേ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 10 മണി 9 മണിയാകുമ്പോഴേക്കും ആ കുട്ടി വീട്ടിലെത്തുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി എന്ത് ചെയ്യും? വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഇളവെടുത്തുകൊണ്ട് എല്ലാം നമസ്കാരം എന്ത് ചെയ്യും? കലാ വീട്ടിൽ കൊണ്ട് നമസ്കരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥിനി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? നമസ്കാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം. നമുക്കറിയാം, പരലോകത്ത് വെച്ച് നമ്മളെടുത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുക ഈ നമസ്കാരത്തിനെ കുറിച്ചാണ്. ഒരു സത്യവിശ്വാസിയും ഒരു അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം തന്നെ റസൂൽ പരിചയപ്പെടുത്തിയത് എന്താണ്? നമസ്കാരമാണ്. ഇപ്പോൾ സ്വഹാബാക്കൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ പടച്ചവൻ്റെ അടുത്ത് അവർക്ക് ഒരുപാട് മറുപടികൾ ഉണ്ടാവും. നമ്മളടുത്ത് ചോദിച്ചാൽ നമുക്ക് ആകെ പറയാനുണ്ടാവും എന്താണ്? ഈ 5 നേരത്തെ നമസ്കാരവും. അപ്പോൾ ആ നമസ്കാരത്തിൻ്റെ തന്നെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ, അല്ലേ, നമസ്കാരത്തിന് യാതൊരു ഇളവുണ്ട്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ അവസ്ഥകളിലൊക്കെ നമുക്ക് ജമ്മാക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പോൾ ക്യാമ്പസുകളിലൊക്കെ നേരത്തെ പറഞ്ഞ ആഘോഷങ്ങൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവുമ്പോൾ അസറും ലൊഹറും ഒക്കെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. എന്നിട്ട് കലാ ആക്കുക എന്ന് പറയും. കലാ ആക്കുക എന്ന് പറയുന്ന ഒരു
ഒരു സ്ഥിതി ഇസ്ലാമിൽ ഇല്ല ശരിക്കും. നമസ്കാരം അതിൻ്റെ സമയത്ത് ഇന്ന സ്വലാത്ത കിതാബം മൗക്കൂത്ത എന്നാണ്. അതായത് സമയം നിർണയിക്കപ്പെട്ട ഒരു ആരാധനാകർമ്മമാണ്. അത് അതിൻ്റെ സമയത്ത് നിർവഹിക്കണം. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് എന്താണ്? ജമ്മാക്കാം അല്ലേ? ഇപ്പം നമുക്ക് ളുഹർ നമസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ക്യാമ്പസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വീട്ടിലെത്തിയിട്ട് അസറിൻ്റെ കൂടെ അത് നമുക്ക് എന്ത് ചെയ്യാം? ജമ്മാക്കാം. അപ്പോൾ അതിന് പകരം നമുക്ക് ക്യാമ്പസിൽ ഇങ്ങനെ ചുറ്റി നടക്കാനും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും നമുക്ക് നേരമുണ്ട്. പക്ഷേ ഈ നമസ്കാരത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിനോട് തന്നെ നമ്മുടെ ഈമാൻ്റെ ഒരു സ്ഥിതി നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് അവിടെ. അപ്പം നമുക്കറിയാം നമസ്കാരം എന്ന് പറഞ്ഞാൽ നമസ്കാരം യുദ്ധത്തിൻ്റെ സമയത്തായാലും അസുഖമുള്ള സമയത്തായാലും നമസ്കാരത്തിന് ഒരു അളവില്ല അല്ലെ? യുദ്ധത്തിൻ്റെ സമയത്ത് പോലും നമസ്കാരം ഉണ്ട്. ഇനി നമസ്കരിക്കാൻ നമുക്ക് നിന്ന് നമസ്കരിക്കാൻ പറ്റണില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കുക, ഇരുന്നിട്ട് നമസ്കരിക്കാൻ പറ്റണില്ലെങ്കിൽ കിടന്ന് നമസ്കരിക്കുക, കിടന്നിട്ടും നമുക്ക് ചൊല്ലാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ആംഗ്യം കൊണ്ട് വരെ നമസ്കരിക്കുക. അതായത് നമസ്കാരത്തിന് യാതൊരു ഇളവുമില്ല. അപ്പോൾ നമസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സത്യവിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമസ്കാരം. അപ്പോൾ ആ നമസ്കാരം മുറുകെ പിടിക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. സമയം വൈകിയത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നമ്മളെ ഒരുപാട് തിന്മകളിൽ നിന്ന്, മ്ലേച്ഛവൃത്തികളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കാൻ നമസ്കാരത്തിന് സാധിക്കും. അപ്പം നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിച്ചുകൊണ്ട് നമ്മുടെ എന്ത് തിരക്കുകൾ ഉണ്ടെങ്കിലും നമ്മുടെ വിശ്വാസപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മം എന്ന നിലക്ക് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമസ്കാരത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഇവിടെ കലായെങ്കിലും വീട്ടിലുണ്ടല്ലോ. അവിടെ എറണാകുളത്ത് കല വീട്ടാന്നൊക്കെ അവർ വിചാരിക്കും കേട്ടോ. അവർ പിന്നെ കൾച്ചറൽ ഇവൻറ്റ്സ് ഒക്കെ നടക്കുമ്പോൾ ആദ്യം വിചാരിക്കും ലുഹർ ബാങ്ക് കൊടുക്കുമ്പോൾ വിചാരിക്കും എന്നാൽ അസറിൻ്റെ ഒപ്പം സ്കരിക്കാം, അസർ ബാങ്ക് കൊടുക്കുമ്പോൾ വിചാരിക്കും എന്നാൽ ലുഹർ അസറും കൂടി മഗ്‌രിബിൻ്റെ ഒപ്പം സ്കരിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ഹോസ്റ്റലിൽ വരുമ്പോൾ എല്ലാതും കൂടെ അവസാനം 10-12 റക്കാത്തായി ഇവർക്ക് നിസ്കരിക്കാൻ. അപ്പോൾ വിചാരിക്കും ഇനിയിപ്പം നിസ്കരിക്കണ്ട, നാളെ സ്കരിക്കാൻ തുടങ്ങാം. ഇതന്നെയാണ് എല്ലാ ദിവസവും ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ നിസ്കാരത്തെയാണ് ഇത്ര സില്ലി ആയിട്ട് അവർ വിടുന്നത്. ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും എന്താണ് ഓരോ കുട്ടീൻ്റെ ഉള്ളെന്താണ് നമുക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെ ഹോസ്റ്റലിൽ ഡ്രഗ്സിൻ്റെ വിഷയം നിങ്ങളൊക്കെ അത്ഭുതപ്പെടും. ഗേൾസ് ഹോസ്റ്റലിൽ ഡ്രഗ്സോ എന്ന്. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് കഥകൾ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാം. ഗേൾസ് ഹോസ്റ്റലിൽ അവർക്ക് ഇങ്ങനെ ബോയ് ഫ്രണ്ട്സും ഉണ്ട്. ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ഈ എന്താ പറയുക വൈൻ എത്തിച്ചു കൊടുക്കാനുള്ള, കള്ളിൻ്റെ കുപ്പി എത്തിച്ചു കൊടുക്കാനുള്ള ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് ടൈം ആകുമ്പോൾ ഗേറ്റ് പൂട്ടുമ്പോൾ ഇവർ ജനാലയിൽ കൂടെ ഒക്കെ കൊടന്നു തരും. എന്നിട്ട് ഇവർ അടിച്ച് ഫിറ്റായി കിടക്കുക. ഇവരെന്ത് ചെയ്യും? റൂമായി തന്നെ ക്ലീൻ ചെയ്ത് വെക്കും, റൂമായി തന്നെ തുടച്ചേക്കും. കാരണം ഇവർക്കറിയാം ഫിറ്റായി കഴിഞ്ഞാൽ ഇവർക്ക് ബോധം ഉണ്ടാവില്ല, എവിടേക്ക് എടുക്കാമെന്നൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇവർ ആയി തന്നെ റൂം ക്ലീനൊക്കെ ചെയ്ത് വെച്ച് ഇതടിച്ച് ഫിറ്റായി കിടക്കും. രാവിലെ നീച്ച് ചിലപ്പോൾ 3 മണിക്ക് നീച്ചിട്ട് പറയും എനിക്കിപ്പോൾ വാഷ് ചെയ്യണം, എനിക്കിപ്പോൾ ക്ലോത്ത്സ് വാഷ് ചെയ്യണം എന്നൊക്കെ പറയും. അത്രയും ഫിറ്റായിട്ട് കിടക്കുക. അങ്ങനത്തെ അവസ്ഥ വരെ ഗേൾസ് ഹോസ്റ്റലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ഞങ്ങളെ ഭാരത് മാത എന്ന് പറയുന്നത് ലോ കോളേജിന് അപ്പുറത്ത് തന്നെ ഈ ഭാരത് മാതാൻ്റെ ആർട്സ് ആൻഡ് കൊമേഴ്സ് കോളേജ് ഉണ്ട്. ഈ കോളേജിൻ്റെ വരാന്തയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ ഭാഗത്തും നമുക്കിങ്ങനെ ഓരോ കഞ്ചാവ് ഗ്രൂപ്പിനെ കാണാം. അതിൽ ഗേൾസ് ഉണ്ടാവും, ബോയ്സ് ഉണ്ടാവും. ഞാൻ പറയണത് ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര സർപ്രൈസ് ചെയ്യുന്നു ഞാനിതൊക്കെ കാണാൻ. ഗേൾസിൻ്റെ ഇടയിലും ഇത്ര വ്യാപകമാണോ ഡ്രഗ്സ് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര സർപ്രൈസ് ചെയ്യുന്നു ഞാൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ സിലബസ് എന്ന് പറയുന്നത്. ആദ്യം അവർ യൂണിഫോമിറ്റി കൊണ്ടുവന്നു, ആണിനും പെണ്ണിനും ഒരേ രീതിയിലുള്ള വസ്ത്രം. പിന്നീട് അവരെന്ത് ചെയ്തു? സിലബസിലേക്ക് മാറി. ജെൻഡർ പൊളിറ്റിക്സ് ഒക്കെ ഉൾപ്പെടുത്തി കുട്ടികളുടെ ചിന്തകളിലേക്ക് വളരെ മോശമായ ചിന്തകൾ വരുത്തുന്ന രീതിയിലുള്ള സിലബസ് മാറ്റങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, വരാൻ പോകുന്നത്. അപ്പം അത്തരത്തിലുള്ള രീതിയിലുള്ള നിലപാട് എന്താണ്? ഞാൻ പഠിക്കുന്നത് LLB ആയതുകൊണ്ട് തന്നെ, ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലും സെക്യുലർ ടോപ്പിക്സ് ഡീൽ ചെയ്യേണ്ടി വരും. ഇപ്പം ഞങ്ങൾക്ക് UCC യൂണിഫോം സിവിൽ കോഡ് എടുക്കേണ്ട വിഷയം ഞങ്ങളെ ക്ലാസ്സിൽ ഇങ്ങനെ ആ ടോപ്പിക്ക് വന്ന സമയത്ത് ഞങ്ങൾ ടീച്ചർ ഞങ്ങളോട് പറയാണ് കേട്ടോ, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചോളി യൂണിഫോം സിവിൽ കോഡ് വരാൻ. കാരണം യൂണിഫോം സിവിൽ കോഡ് വന്നില്ലെങ്കിൽ നിങ്ങൾ 3 മതത്തിന് 3 നിയമങ്ങൾ പഠിക്കണ്ടേ എന്ന് ചോദിച്ച്. കാരണം അത്രേ അവർ അതിൽ ലോജിക്സ് യൂസ് ചെയ്യുന്നുള്ളൂ. അവർ പറയുകയാണ് നിങ്ങളൊരു ഒരു മാരേജിൽ നോക്കുമ്പോൾ നിങ്ങൾ ഹിന്ദു പഠിക്കണം, മുസ്ലിമിൻ്റെത് പഠിക്കണം, ക്രിസ്ത്യൻസിൻ്റെ പഠിക്കണം, അതിനെക്കാട്ടിലും സുഖം നിങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡ് വരണതല്ലേ എന്ന് ചോദിച്ച്. അതേപോലെ എനിക്കൊരു പെട്ടുപോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അടുത്ത്. ഒരു ക്ലാസ് ഡിബേറ്റിൽ ഞാൻ പങ്കെടുത്തപ്പം നമ്മളിങ്ങനെ പങ്കെടുത്ത് പേര് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫോർ ആണോ അഗെയിൻസ്റ്റ് ആണോ, അതായത് അനുകൂലിച്ചിട്ടാണോ അതോ അതിന് പ്രതികൂലിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കേണ്ടതെന്ന് ഒരപ്പം വെച്ചിട്ടാണ് നമ്മളോട് പറയാം. അപ്പം ഞങ്ങളുടെ ടോപ്പിക് എന്തായിരുന്നു വെച്ചാൽ
റീവാമ്പിങ് ദ ക്രിമിനൽ ലോസ്, അതായത് ഇപ്പോൾ ഉള്ള ക്രിമിനൽ ലോസ് IPC CRPC എന്നുള്ള സംഭവങ്ങൾ മാറ്റേണ്ടതുണ്ടോ, അതിൽ ഫോറും അഗെയിൻസ്റ്റും. അതിൽ ഇപ്പോൾ അടുത്ത് വന്ന BJP നിയമം ഉണ്ടല്ലോ, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് അങ്ങനെ സംഹിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, ഈ CRPCക്കും IPCക്കും പേര് മാറ്റിക്കൊണ്ട് BJP ഒരു പുതിയ, എനിക്ക് സംസാരിക്കാൻ വന്നത് ഇതിൻ്റെ ഫോറായിട്ടാണ്. എന്നിട്ട് ഞാൻ അവിടെ പോയിരുന്ന് ഞാൻ ശരിക്കും ഇതിൻ്റെ ഒപ്പോസായിട്ട് സംസാരിക്കാനുള്ള എല്ലാ പോയിന്റ്സും എനിക്കറിയാം, പക്ഷേ എനിക്ക് വന്നത് ഇതിനനുകൂലിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനത് സംസാരിച്ച് ജയിച്ചും ചെയ്തു. അതാണ് അതിലുണ്ടായ രസം. അപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള പെട്ടുപോയ അവസ്ഥകളുണ്ട്. ഇതേപോലെ തന്നെ എക്സാം എഴുതുമ്പോൾ നമുക്ക് ലിബറലിസം അല്ലെങ്കിൽ പിന്നെ ഫെമിനിസം എന്നുള്ള രീതിയിൽ അതിനനുകൂലിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും, കാരണം എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ സിലബസിൽ വളരെയധികം പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടുപോയ സാഹചര്യം എന്ന് പറഞ്ഞപ്പം ഓർത്തത്, നമ്മൾ റിസാനിൻ്റെ കോളേജിൽ ഡിബേറ്റിന് പോയി എന്നുള്ളത് പറഞ്ഞു. അപ്പം ഫുഡ് ടെക്നോളജി ആൻഡ് ന്യൂട്രീഷൻ സയൻസ് അല്ലേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. ആ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ള വൈസിവ എന്നുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം ഡിബേറ്റിന് ഉണ്ടായിരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞത് ദ റോൾ ഓഫ് ഫുഡ് ഇൻ റിലീജിയസ് സെറമണീസ് എന്നുള്ളതാണ്. ദ റോൾ ഓഫ് ഫുഡ് ഇൻ റിലീജിയസ് സെറമണീസ്. അപ്പം അതിൻ്റെ ഫോറും എഗെയിൻസ്റ്റും നമ്മൾ സംസാരിക്കണം. മിൻഹ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫോറായിട്ടും എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പം നമുക്കറിയാം നമ്മൾ പറയുന്നത് പക്കാ തെറ്റാണ്, ഇസ്ലാമിന് നേരെ ഒപ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെന്നുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ട്. എന്നാലും നമ്മൾ ഇസ്ലാം തെറ്റാണെന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും. അതിനുശേഷം പിന്നെ കുറേ തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, ഞങ്ങൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫസ്റ്റ് ടൈം കോളേജ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓറിയന്റേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ ക്ലാസ്സിൽ വന്നപ്പോൾ ഞങ്ങൾ ഹിസ്റ്ററി സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ടീച്ചർ പറഞ്ഞു നമുക്ക് ജസ്റ്റ് പരിചയപ്പെടലിന് ശേഷം ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാം, അപ്പോൾ ഞങ്ങൾ ഡിബേറ്റോ അങ്ങനെ എന്തെങ്കിലും ആവാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലെ ഒരു ബോയ് നീച്ച് നിന്നിട്ട് പെൺകുട്ടികൾക്ക് ഇക്വാലിറ്റി ആണോ ജസ്റ്റിസ് ആണോ വേണ്ടത് എന്നുള്ള ഒരു ചർച്ച ഇടണം. ഒരു സമയത്ത് നമ്മളവിടെ ഫെമിനിസത്തെയും അതുപോലെ തന്നെ ഈ ജെൻഡർ പൊളിറ്റിക്സിനൊക്കെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ 3 പേരെങ്ങാനോ തോന്നുന്നുണ്ടല്ലേ, 3 പേരാണ് ഈ ഫെമിനിസത്തിനെയും അതുപോലെ തന്നെ LGBTQ പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ചൊക്കെ അതിലെ ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് നമുക്കറിയാം മിൻഹാൻ്റെ ഒക്കെ കോളേജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളൊരു മെജോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. എന്നിട്ട് കൂടി ഞങ്ങൾ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ റിസ്വാനിന്റെ മുമ്പ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു വിഷയം അവൾ കോളേജിൽ സംസാരിച്ചപ്പോൾ അവൾക്കൊരു ഹീറോ പരിവേഷം കിട്ടിയെന്നൊക്കെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയ നേരെ തിരിച്ചായിരുന്നു. അതിനുശേഷം ഞങ്ങളെ വേറെ തന്നെ കാണാൻ തുടങ്ങി. പിന്നെ പ്രോഗ്രാമുകൾ, ക്ലാസ്സിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ, ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രോഗ്രാമുകളൊന്നും ഞങ്ങൾ അറിയാണ്ടായി. അങ്ങനെ ഒരു തരത്തിലേക്ക് അത് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഹിസ്റ്ററി സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഈ ജെൻഡർ ഹിസ്റ്ററി ഒക്കെ ഞങ്ങൾക്ക് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ ബോഡി വിത്തൗട്ട് ഡി എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റിസ് സമീർ എഴുതിയൊക്കെ പോയാൽ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു സമയത്ത് ശരിക്കും ക്രിട്ടിക്കലി എൻഗേജ്ഡ് ആവാൻ ഉള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ വായിക്കുന്ന സാധനം അതേപോലെ വിഴുങ്ങാതെ കൃത്യമായിട്ടും ഇസ്ലാമിൽ ഇതിലെ വീക്ഷണം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ കാലത്ത് ഒരുപാട് മുസ്ലിം കുട്ടികൾ കൃത്യമായിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും അതുപോലെ തന്നെ നെഗറ്റീവ് വശവും അതുപോലെ തന്നെ പോസിറ്റീവ് വശവും കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് അതിനെതിരെ സംസാരിക്കാനോ അല്ലാതെ എക്സാമിന്റെ സമയത്ത് കൃത്യമായിട്ടും നമ്മളെ നിലപാടുകൾ പറയാനുള്ളതാണല്ലോ എക്സാം. അപ്പം നമുക്കൊക്കെ ശരിക്കും വെള്ളപൂശി എഴുതേണ്ട സമയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം നമ്മളെ വ്യൂ പോയിന്റ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അതിൽ എഴുതാന്നുള്ളതാണ്. അപ്പം അങ്ങനെ കൃത്യമായിക്കൊണ്ട് വിഷയങ്ങളെ സമീപിക്കാൻ, അത് കൃത്യമായിട്ട് അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ അത് മനസ്സിലാകാതെ ഇസ്ലാമിന്റെ സൈഡും കൂടി പഠിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടെ ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ കാല് ഇടറിപ്പോവും. പലപ്പോഴും ഇങ്ങനെയൊന്നും പറ്റില്ല. ഇപ്പോൾ കുറെ കുട്ടികൾ നമുക്കറിയാം, അതായത് ഹിജാബിന്റെ വിഷയമൊക്കെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇല്ലാത്ത കാരണം കൊണ്ട് ഇസ്ലാമിക് സാധനങ്ങൾ കോളേജിൽ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കോളേജിലും ക്യാമ്പസിലൊക്കെ പോകാൻ മടിയില്ല, വീട്ടിലിരിക്കണം, അങ്ങനെ കുറെ കുട്ടികളെ നമുക്ക് കാണാം. ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അൻതൻസുറുല്ലാ യൻസുർക്കും അല്ലെ, ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹു നമ്മെ സഹായിക്കും അല്ലെ. വയുസബ്ബിത്ത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലുകൾക്ക് റബ്ബ് സ്ഥൈര്യം നൽകുന്നുള്ളതാണ്. അപ്പം ഒരു മാർഗത്തിൽ അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിൽ അള്ളാഹുവിന്റെ സഹായങ്ങൾ പല വിധത്തിലും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഈ ഒരു സമയത്ത് ആളുകളൊക്കെ പറയുന്നത് കേട്ട് അവരെ പ്രത്യയശാസ്ത്രങ്ങൾ അടിമയാവാതെ നമ്മുടെ വികാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ പിടിച്ചു വെക്കുന്ന അല്ലെങ്കിൽ അത് തീരുമാനിക്കുന്ന യജമാനനായിട്ട് അതിന്റെ ഉടമകളായിട്ട് നമുക്ക് മാറാൻ പറ്റണം എന്നുള്ളതാണ്.
ഇത്തരത്തിലുള്ള അരാജകത്തിലൊക്കെ കുട്ടികൾ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അധാർമികതകളിലേക്ക് പോകുന്നത് പക്ഷേ ക്യാമ്പസിൽ ദഅവത്ത് കാര്യമായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണോ എനിക്കറിയില്ല, കാരണം അങ്ങനത്തെ ക്യാമ്പസുകളെല്ലാം പഠിച്ചത്. അപ്പോൾ ഇത്തരമുള്ള ക്യാമ്പസുകളിൽ ദഅവത്ത് എത്രത്തോളം മുന്നേറുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ദഅവത്ത് കാര്യമായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള നിലപാട് എന്താണ്? അസ്സലാമു അലൈക്കും. ക്യാമ്പസിലെ ദഅവ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്തരം ക്യാമ്പസുകളിൽ തന്നെ CRE ഗ്യാതറിങ്സും അതുപോലെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കേൾക്കാറുണ്ട്. അതായത് ഇപ്പോൾ അവരുടെ ക്യാമ്പസിൽ അവർക്ക് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്യാമ്പസിൽ ഏതെങ്കിലും ക്ലാസ്സിൽ ചിലപ്പോൾ നടത്താനുള്ള സാഹചര്യം ഇല്ലാതെ മരത്തിൻ്റെ ചോട്ടിലൊക്കെ 4-5 ആളുകളൊക്കെ കൂടി ഇന്ന് CRE ഒക്കെ നടത്തുന്ന രൂപത്തിൽ അത്രത്തോളം ദഅവ പ്രവർത്തനങ്ങളിൽ ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദഅവത്ത് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലേ. നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നതും തിന്മയെ വിരോധിക്കുക എന്ന് പറയുന്നതും നമ്മുടെ ഒരു ബാധ്യതയാണ്, നമ്മളൊരു ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലക്ക് ആ ഒരു മേഖലയിൽ നന്മയെ പ്രോത്സാഹിപ്പിക്കാനും തിന്മകൾ കാണുമ്പോൾ അത് തടയാനും അതിനെതിരെ സംസാരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം കൈകൊണ്ട് തടയാൻ പറ്റുകയാണെങ്കിൽ കൈകൊണ്ട് തടയാം, അല്ലെങ്കിൽ നാവ് കൊണ്ട് തടയാം, അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അതിനെ വെറുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ക്യാമ്പസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രായത്തിലുള്ള നമ്മുടെ കൂടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളെ കൂടെ കിട്ടുകയാണ്. അപ്പം നമുക്ക് ദഅവത്തിന് ഒന്നും കൂടി സാധ്യതയുള്ള ഒരു ഇടമാണ് ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പം അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് വലിയ പരിപാടികളൊന്നും വെക്കാൻ പറ്റി എന്ന് വരില്ല, അല്ലെങ്കിൽ സെഷൻസ് സംഘടിപ്പിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊക്കെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മൾ ഷാള് ധരിക്കുന്ന രീതി ഒരു ദഅവത്തായിട്ട് മാറും അല്ലേ, നമ്മുടെ പെരുമാറ്റം ദഅവത്തായിട്ട് മാറും. അപ്പം ആ രീതിയിൽ ദഅവത്ത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്നുള്ള നിലക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ പെരുമാറ്റം കൊണ്ട് പോലും ദഅവത്ത് നടത്താൻ നമുക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ ക്യാമ്പസിൽ നിന്ന് ദഅവ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരിക്കലും നമ്മൾ പിന്നോട്ട് വരാൻ പാടില്ല. കൂടുതൽ ദഅവ പ്രവർത്തനങ്ങളിലേക്ക് നമുക്കറിയാം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുക എന്ന് പറഞ്ഞാൽ പടച്ചവനിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ദഅവ പ്രവർത്തനങ്ങളിൽ ക്യാമ്പസിലും നമുക്ക് കൂടുതൽ സജീവമാകാൻ സാധിക്കേണ്ടതുണ്ട്. ക്യാമ്പസ് ദഅവയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ MAS മമ്പാട് കോളേജിലാണ്. ഞങ്ങളുടെ കോളേജിൽ ഏകദേശം 2 വർഷമായിട്ട് ഞങ്ങൾ ക്യാമ്പസിലൊരു CRE ഓഫ്ലൈനായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഫാക്കൽറ്റീനെ കിട്ടുമ്പോൾ സ്റ്റുഡൻസ് ഉണ്ടാവില്ല, സ്റ്റുഡൻസിനെ കിട്ടുമ്പോൾ ഫാക്കൽറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ രണ്ടും ഒത്തു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് മറ്റുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. ഇത്തരം ഒരു സാഹചര്യമായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 1.5 മാസത്തിന് മുന്നേ ഞങ്ങളെ കോളേജിലും ഞങ്ങൾ ആദ്യമായിട്ടൊരു ക്യാമ്പസ് CRE സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 16ഓളം കുട്ടികൾ അൽഹംദുലില്ലാ അതിൽ പങ്കെടുത്തു. പക്ഷേ ആ ഒരു സമയത്തുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, പല കുട്ടികളെയും നമ്മൾ വിളിക്കുമ്പോൾ അവർ നമുക്ക് അറിയുന്ന കുട്ടികളാവും. അവർ മണ്ഡലത്തിൽ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടാകും, ശാഖകളിൽ പങ്കെടുക്കുന്നുണ്ടാവും, MSMന്റെ പരിപാടികളിലുണ്ടാവും, MGMന്റെ പരിപാടികളുണ്ടാവും. എന്നിരുന്നാൽ കൂടി ക്യാമ്പസിൽ എന്തോ CREക്ക് പങ്കെടുക്കുക, അല്ലെങ്കിൽ ക്യാമ്പസിൽ ഒരു മത പ്രബോധകനാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുറക്കാരാവുക എന്നുള്ളതിന് എന്തോ ഒരു മോശമാക്കിയിട്ട് അതിനെ കണക്കാക്കുക, അല്ലെങ്കിൽ അത് ക്യാമ്പസിൽ അവരുടെ സ്റ്റാറ്റസിനെ ബാധിക്കും. നമ്മളെ നാളെ മുതൽ ഒരു മതത്തിന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മതം വിളിച്ച് നടക്കുന്ന ഒരാളാക്കിയിട്ട് നമ്മളെ കാണുമോ, മറ്റുള്ള കുട്ടികൾ എന്താ എന്നെ പറ്റി കരുതുക, എൻ്റെ സ്റ്റാറ്റസിനെ ബാധിക്കോ, അത് എൻ്റെ ലെവലിനെ അത് മോശമാക്കി കാണൂലേ എന്ന് പറഞ്ഞിട്ട് ഈ റീസൺ പറഞ്ഞിട്ട് പോലും CRE ക്ലാസ്സിന് വരാത്ത ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നടന്നപ്പോൾ ഏകദേശം 15-ന് മുകളിൽ ഞങ്ങൾക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ മാറി നിൽക്കുമ്പോഴും ഒരു വിഭാഗം ആളുകൾ ആ പോസ്റ്റർ കണ്ടിട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ഇവിടെ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടോ, പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇതിന് അങ്ങോട്ട് മാറി നിൽക്കുന്ന കുട്ടികളുണ്ട്. നമ്മൾ ഒരു ക്യാമ്പ് റൂട്ടിൻ്റെ ഒരു പോസ്റ്റർ, ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പോസ്റ്റർ, ആ പോസ്റ്റർ കൊടുക്കാൻ പോലും ക്യാമ്പസിൽ ചോദിച്ചിട്ട് ആർക്കും വേണ്ട.
പോസ്റ്റർ കൊടുക്കുന്ന നേരത്തെ പോസ്റ്റർ തിരിച്ചു നൽകുക. കാരണം എന്താ, ഒരു മതത്തെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള സാധനമല്ലേ, അത് വേണ്ട എന്നുള്ള രീതിയിൽ, ക്യാമ്പസിൽ മതം വേണ്ട എന്നുള്ള രീതിയിലേക്ക് എന്താണ് കുട്ടികൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ക്യാമ്പസ് ദഅവ എന്ന് പറയുന്നത് അത്രയും നമ്മൾ സീരിയസ്നെസ്സോട് കൂടി എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവിധ പരിപാടികളും ക്യാമ്പസിൽ നടക്കുന്നുണ്ടാവും, അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇതിനു കൂടി എന്ത് ചെയ്യണം, സമയം കണ്ടെത്തണം. ഓക്കെ, അപ്പം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതായത് ക്യാമ്പസ് ദഅവ എന്ന് പറയുമ്പോൾ നമ്മളെ കോളേജ്, നിങ്ങൾ ചിലപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ CRE ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാറുണ്ട്. അപ്പോൾ പൊതുവേ ബാക്കിയുള്ള കുട്ടികൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഭയങ്കര സുഖമല്ലേ, നിങ്ങളെ കോളേജ് എന്ന് പറയുമ്പോൾ ഭയങ്കര മോറൽ സൈഡൊക്കെ അപ്ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ടീമല്ലേ നിങ്ങളുടെ മാനേജ്മെന്റ്. അതൊക്കെ ശരിയാണ്, പക്ഷേ നമുക്കും അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല പ്രോഗ്രാമുകൾ നടത്താൻ. അതായത് നമ്മൾ CRE ഒക്കെ നമ്മൾ വന്ന ഇയർ, അതായത് ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആയ സമയത്താണ് CRE ഒക്കെ നമ്മളെ കോളേജിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പളുടെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കുട്ടികളുടെ ഇടയിലേക്ക് ചെല്ലുന്ന സമയത്ത്, കുട്ടികളെ പ്രോഗ്രാമിന് വിളിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഈ റിസ്വാന പറഞ്ഞിട്ടുള്ള സെയിം പോയിന്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഈ പ്രോഗ്രാമിന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ണോട് കൂടിയാണല്ലോ കുട്ടികളും നമ്മളെ കാണുക, അതോടുകൂടി നമ്മുടെ ബാക്കിയുള്ള പ്രോഗ്രാമിന് അവർ വിളിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പേരിൽ അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലാവും നമ്മളെ കാണുക എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ CREയിൽ സ്റ്റാർട്ടിങ്ങിൽ അൽഹംദുലില്ലാ നമ്മുടെ ടീം നല്ലൊരു ടീം നമുക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പരിപാടി നടത്താൻ പറ്റി എന്നുള്ളത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഫസ്റ്റ് CREയിൽ ഓൾമോസ്റ്റ് 60 to 65 കുട്ടികളെങ്ങാനും നമ്മുടെ ഫസ്റ്റ് CREയിലേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. അതായത് നമ്മുടെ കോളേജിൽ അത്ര സ്മൂത്ത് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ല എന്ന് പറയാനുള്ളൊരു കാരണം, നമ്മളൊരു തവണ CREയുടെ പോസ്റ്റർ നമ്മുടെ കോളേജിന്റെ ഗ്രൂപ്പിൽ അയച്ചു. അപ്പോൾ ഗ്രൂപ്പിൽ അയച്ച സാഹചര്യത്തിൽ കോളേജിൽ മതം പറയേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ ഒരു പോളിംഗ് നടക്കുകയാണ് നമ്മുടെ ഗ്രൂപ്പിൽ. പോളിംഗിൽ ഓൾമോസ്റ്റ് ഒരുപാട് കുട്ടികൾ പങ്കെടുത്തു. അതിൽ 90 എബോവ് അല്ലെങ്കിൽ 95% കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ടുള്ളത് കോളേജിൽ മതം പറയണ്ട എന്നുള്ളതിനാണ്, നോ എന്നുള്ള രീതിയിലാണ്. വളരെ ചുരുങ്ങിയ കുട്ടികൾ, അതായത് നമ്മൾ CRE അറ്റൻഡ് ചെയ്യുന്ന വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമാണ് കോളേജിൽ മതം പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ യെസ് എന്ന് അടിച്ചിട്ടുള്ളതും. വളരെയധികം സങ്കടകരം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഫെബി പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ കോളേജ് എന്ന് പറയുന്നത് മുസ്ലിം മെജോറിറ്റി കുട്ടികളുള്ള, അതും അധികം ഗേൾസ് ആണ്. ഇത്രയും മുസ്ലിം മെജോറിറ്റി ഏരിയ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന കോളേജിലായിരുന്നിട്ട് കൂടി മതം കോളേജിൽ പറയണ്ട എന്നാണ് അധികം ആളുകളും പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും ഒരു സംഗതി അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും തുടങ്ങുക എന്നുള്ളത് പ്രയാസകരം തന്നെയാണ്. പക്ഷെ അതിനേക്കാളും പ്രയാസകരം എന്ന് പറയുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. തുടക്കത്തിലുള്ള ഒരു ആവേശമൊക്കെ നമുക്ക് ഫസ്റ്റ് 60-65 അങ്ങനെ ഓൾമോസ്റ്റ് ആ ലെവലിൽ കുട്ടികളെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നീട് കുട്ടികളൊക്കെ കുറയാൻ തുടങ്ങി. ചില സമയത്ത് നല്ല ഉയർച്ച ഉണ്ടാവും, ചില സമയത്ത് കുട്ടികളെ എണ്ണം വളരെയധികം കുറയൊക്കെ ചെയ്യും. എന്നിരുന്നാലും ശരി, നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ വളരെ നല്ലൊരു രീതിയിൽ ഇപ്പം നമ്മൾ CRE ഓഫ്ലൈനായിട്ട് നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മളത് ഓൺലൈനായിട്ട് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ഫെബി പറഞ്ഞിട്ടുള്ള ആ ഒരു ഹദീസിലേക്ക് തന്നെ അല്ലെങ്കിൽ അതിലേക്ക് തന്നെ തിരിച്ചു വരാണ്, വൈൻ തെൻസുറുള്ള യൻസുറുക്കും വൈ സബ്ബി തഖദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം തിരിച്ചുണ്ടാവും എന്നുള്ളതാണ്. വൈ സബ്ബി തഖദാമക്കും, നമ്മുടെ പാദങ്ങൾക്ക് അള്ളാഹു സ്ഥൈര്യം നൽകുന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയല്ല, മറിച്ച് പടച്ചവന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ നമ്മുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പറയാൻ നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? അപ്പം നമ്മൾ നമ്മുടെ പറഞ്ഞയച്ചിട്ടുള്ള നമ്മുടെ ഉദ്ദേശം, നമ്മുടെ എയിം മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളും അല്ലെങ്കിൽ ഇനിയും നമുക്ക് ഈ ഒരു ദീനിൽ തന്നെ അടിയുറച്ച് നിൽക്കാൻ, ശിഫത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യാ മുഖല്ലിബുൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് പറഞ്ഞുകൊണ്ട് ദീനിൽ ഉറച്ചു നിർത്താൻ റബ്ബി തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നമ്മിൽ പലരും അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ പലരും ക്യാമ്പസുകളിൽ ഇരുണ്ടതും തെളിഞ്ഞതുമായ വശങ്ങൾ കണ്ട് വളർന്നു വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മുസ്ലിം വിദ്യാർത്ഥിനി നേരിടുന്ന പ്രശ്നങ്ങൾ, അവൾ അതിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്തൊക്കെയാണെന്ന് കൃത്യമായി സ്പഷ്ടമായി ഈ ഒരു ചർച്ചയിലൂടെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങൾക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മുസ്ലിം വിദ്യാർത്ഥിനി എന്ന നിലക്ക് എത്രത്തോളം ദഅവത്തിൽ അവൾ മുന്നേറണം എന്ന് നാം ആലോചിക്കേണ്ടതാണ്. അത്തരത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ജാമിയ നജ്വിയ ക്യാമ്പസ് ഓരോ വർഷവും നടത്തി വരാറുള്ള ദഅവ സമ്മേളനം അന്ധകാരത്തിൽ ഇരുട്ടുമൂടി കിടക്കുന്ന ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി സംഘടിപ്പിക്കുന്ന ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളായ MGMN MSMന്റെ കീഴിൽ നടത്തി വരുന്ന വാർഷിക സമ്മേളനമാണ് ദഅവ സമ്മേളനം. ഇവിടുത്തെ ഓരോ കുട്ടികളും ദഅവത്തിന്റെ പാതയിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളും നാളെയുടെ വാഗ്ദാനമാണ്. നമ്മൾ ഓരോ ക്യാമ്പസും മാറേണ്ടതുണ്ട്, ഓരോ വിദ്യാർത്ഥികളും മാറേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ മാർഗം എന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഓരോ വിദ്യാർത്ഥികളും അവളുടെ ലക്ഷ്യം എന്താണെന്ന് അവൾ അറിയേണ്ടതുണ്ട്.
അൽ വഹ്ദതു ഖൈറും മിൻ ജലീസി സൂ, ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും ഒറ്റക്ക് നിൽക്കുന്നതാണ് നല്ലത്. എംബ്രേസ് യുവർ ഐഡന്റിറ്റി ആസ് എ മുസ്ലിം വുമൺ ഓൺ എ സെക്യുലർ ക്യാമ്പസ്. ഇൻഷാ അല്ലാ ഈ ഒരു ഒത്തുകൂടൽ അള്ളാഹു ഏറ്റവും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവാഹം എന്നതിനെ തീർത്തും മോശപ്പെട്ട ഒന്നായി കണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകളും വിഷമതകളും മാത്രം മനസ്സിലാക്കി കുടുംബം എന്നത് ഒരു ഭാരമായി കാണുന്ന യുവസമൂഹത്തിനുള്ള ഉത്തരമായി കൊണ്ട് വിവാഹം, കുടുംബം, ന്യൂജൻ കാഴ്ചപ്പാടിലെ തെറ്റും ശരിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംവദിക്കുന്നത് ആയിഷ ചെറുമുഖ്, ആയിഷ സജ്ന, വാഫിറ ഹന്ന, നാജിയ അബ്ദുറഹ്മാൻ, ആയിഷ അഖില എന്നിവരാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിവാഹം, കുടുംബജീവിതം, ന്യൂജൻ കാഴ്ചപ്പാടിലെ തെറ്റും ശരിയും. ഈ സെഷനെ കുറിച്ച് പലപ്പോഴും പെൺകുട്ടികൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഫൈൻ. ഇപ്പോൾ ഉടനെ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവരൊന്ന് കൈ ഒന്നിക്കോ? എല്ലാവരും ഇരിക്കുകയാണോ? ഓക്കെ, ഫൈൻ. ഇത് ഇവിടെ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു 2018 ശേഷം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കോവിഡ് പീരിയഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു സ്റ്റഡി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് മാട്രിമോണിയൽ സൈറ്റുകളും അതുപോലെയുള്ള ഒരുപാട് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം നടത്തിയിട്ടുള്ളൊരു സ്റ്റഡി പറയുന്നത് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ അഥവാ വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾ വിവാഹത്തിന് മടിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പറയുന്നുണ്ട്. അഥവാ ഒരു 3500 ആൺകുട്ടികൾ വിവാഹത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ 1500 പെൺകുട്ടികൾ മാത്രമേ വിവാഹത്തിന് സന്നദ്ധ അറിയിച്ചുകൊണ്ട് ഈ മാട്രിമോണിയൽ സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. അഥവാ ഒരു 57% പുരുഷന്മാർക്കും സ്ത്രീകൾ വിവാഹം കഴിക്കാൻ സ്ത്രീകൾ തന്നെ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിന് എന്തെല്ലാമായിരിക്കും കാരണങ്ങളായിട്ട് ഉണ്ടാവുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഉമ്മമാരെ, നേരത്തെ ആക്കില അവരുടെ ചോദ്യത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു പഠനം 2018 ശേഷം നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിൽ സജീവ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തോടൊരു വൈമുഖ്യമുണ്ട്. അതിന് ഗാമോഫോബിയ എന്ന് പറയുന്ന ഒരു ടേമിലാണ് പരിചയപ്പെടുത്തുന്നതെങ്കിലും വിവാഹത്തോടുള്ള പേടിയല്ല, വിവാഹത്തോടുള്ള എതിർപ്പ്, വിവാഹത്തോടൊരു വൈമുഖ്യം അല്ലെങ്കിൽ വിവാഹം പല കാരണങ്ങൾ കൊണ്ട് വൈകിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു പണ്ടത്തെ തലമുറയിൽ ഇപ്പം നമ്മുടെ ഉമ്മമാരൊക്കെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആരെങ്കിലും കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പല സ്ട്രഗിൾസും ഉണ്ട് കല്യാണത്തിൽ. നമ്മൾ അറിയാം, നമുക്ക് എന്തായാലും ജീവിതത്തിലെ ഏതൊരു ഘട്ടങ്ങളിലാണെങ്കിലും നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും.
പക്ഷേ കല്യാണം വേണ്ട, കല്യാണം ഒരു അനിവാര്യ ഘടകമല്ല എന്ന് ആരും പറഞ്ഞു കേട്ടില്ല, ഒരു കേൾവി ഇല്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, കല്യാണം തന്നെ വേണ്ട എന്ന രീതിയിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും പല കാരണങ്ങളും പറയാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ സമൂഹ കണ്ടീഷൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ ലിബറൽ ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, അതുപോലെ ലിബറൽ വ്യവഹാരങ്ങൾ, ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ തലച്ചോറുകളെ മതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് ലിബറൽ ഫെമിനിസം നമ്മുടെ പെൺകുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായത് മെൻ ആൻഡ് വിമൻ ആർ ഡിഫറെൻറ്റ് ബട്ട് നോട്ട് അവരുടെ ബയോളജിക്കലി അല്ല, പക്ഷേ എന്താണ് അവിടെ സെക്സ് റോൾ പ്രോസസ്സ് സോഷ്യലൈസേഷനിലൂടെ ഓരോരുത്തർക്കും ജെൻഡർ റോളാണല്ലോ. ഇപ്പം പുരുഷന് സമൂഹം ഒരു റോള് കൽപ്പിച്ചു കൊടുക്കുകയാണ്, അതേപോലെ സ്ത്രീകൾക്ക് ഒരു റോള് കൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ റോൾ എന്താണ്? ഗർഭധാരണം, പ്രസവം, ഗൃഹപരിപാലനം, ഇതൊക്കെയാണ് സ്ത്രീകൾക്കുള്ള റോളായിട്ട് സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പം കുടുംബത്തിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലൊരു റോളിലേക്ക് ഒതുക്കപ്പെടുകയാണെന്നാണ് ഇവർ വാദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പൊട്ടൻഷ്യൽ ഫുള്ളായിട്ട് അവിടെ യൂസ് ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളൊരു വാദം ഈ ലിബറൽ ഫെമിനിസം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായും പെൺകുട്ടികൾക്കിടയിൽ വളരെ വലിയ അവർ തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ റാഡിക്കൽ ഫെമിനിസവും അതുപോലെ ഈ കുടുംബത്തിനകത്തുള്ള സെക്ഷുവാലിറ്റിയിൽ ആണുങ്ങൾക്ക് പുരുഷ മേധാവിത്വം മേൽക്കോയ്മ ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ അവതരിപ്പിക്കപ്പെടുകയാണ്. സ്വാഭാവികമായും ഇത് കേൾക്കുന്ന പെൺകുട്ടികൾക്ക് അവർ വിചാരിക്കുകയാണ് എന്തോ വിവാഹം എന്തോ പ്രതിസന്ധി നിറഞ്ഞതാണ്, പ്രയാസങ്ങൾ നിറഞ്ഞതാണെന്ന് അവർ വിചാരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വിവാഹത്തോടുള്ള വിമുഖതയ്ക്ക് കാരണം ചോദിച്ചാൽ ഇതൊന്നല്ല പറയാ. അവരെന്താണ് പറയാ? എന്താണ് ജോലി കഴിഞ്ഞിട്ട് വിവാഹം എന്നാണ് പറയാം. ഒരു ജോലി നേടിയിട്ട് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു വിവാഹം കഴിച്ചാൽ മതിയില്ലേ എന്നുള്ളതാണ് പറയാം. അതിൽ പലതരത്തിൽ കാരണങ്ങൾ നിരത്തുന്നവരുണ്ട്. ചിലർ നമുക്കറിയാം സിൻസിയർ ആയിട്ട് ഇതിനെ കാണുന്നവരുണ്ട്. അതായത് ഇപ്പം ചില പ്രാരാബ്ദങ്ങൾ, ഇപ്പം വീട്ടിൽ പല പ്രയാസങ്ങളും നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ പഠിച്ച് ജോലി നേടി സ്വന്തം മാതാപിതാക്കൾക്ക് വീടിനൊക്കെ ഒരു തണലായി മാറണം എന്നിട്ട് അതിൻ്റെ പേരിൽ വിവാഹം വൈകിപ്പിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി നേടിയിട്ട് കല്യാണം കഴിച്ച് കുട്ടിക്കായി കഴിഞ്ഞാൽ കുട്ടിക്ക് കുറച്ചുകൂടി പരിപാലനത്തിന് നമുക്ക് ക്വാളിറ്റി ടൈം കൊടുക്കാമല്ലോ എന്ന രീതിയിൽ മാറ്റി വെക്കുന്നവരുണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഒരു പ്രിവിലേജ് വരും, എല്ലാവരും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും, അത്തരം എക്സ്പ്ലോയിറ്റേഷൻ സാധ്യത കുറയും എന്ന രീതിയിൽ കല്യാണം വൈകിപ്പിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരു 30-35 വയസ്സൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഇങ്ങനെ പെൺകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇപ്പോഴും കല്യാണം കഴിക്കുന്നില്ലേ ചോദിച്ചാൽ അവരെന്താ പറയാ? ഞാനിങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു ഉത്തരത്തിൽ നിന്ന് തന്നെ ഉണ്ട് എന്താണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞൊരു സംഭവമാണ്, അതിനൊരു ഊരാ കുടുക്കാണ് വിവാഹം എന്ന രീതിയിൽ നമ്മുടെ പെൺകുട്ടികളെ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്ത് പുറത്തിറങ്ങിയ പല ഷോർട്ട് ഫിലിംസ് അതുപോലെ വെബ് സീരീസ് എന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ മാരേജിനെതിരെയുള്ള കണ്ടന്റുകളുടെ അതിപ്രസരമാണ്. തുറന്നു കഴിഞ്ഞാൽ എല്ലാം ടോക്സിക് ഹസ്ബൻഡ്, ടോക്സിക് അമ്മായിയമ്മ, ടോക്സിക് പാരൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ടോക്സിസിറ്റിയിലേക്ക് ചുരുക്കി കെട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ഫെമിനിസ്റ്റ് ഐഡിയോളജികൾ നമ്മുടെ സമൂഹത്തിലെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന വേറൊരു ഐഡിയോളജിയാണ് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത്. അതായത് വ്യക്തി കേന്ദ്രീകൃതവാദം. പണ്ടൊക്കെ നമ്മൾ കുടുംബത്തിലെ ഒരു ഉമ്മയോ മാതാപിതാക്കളൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യുക, കുട്ടികളെ നോക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവുകയാണെങ്കിൽ നമുക്കൊരു സംതൃപ്തി സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് മുതിരുന്നത് തന്നെ വലിയൊരു നഷ്ടമായിട്ട് കണക്കാക്കുകയാണ്. അതൊരു വ്യക്തി കേന്ദ്രീകൃത വാദം ഇവിടെ ഉടലെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ ഈ ആദ്യം ജോലി പിന്നെ വിവാഹം എന്ന രീതിയിലേക്ക് കുട്ടികളിലേക്ക് എത്താനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഇപ്പം ടൂറ് പോവുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ അല്ലേ. അതിൻ്റെ ആസ്വാദനങ്ങളൊക്കെ വളരെയധികം കുറവായിരുന്നു. അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ടൂർ പോവാം, ഫുഡ് കഴിക്കാൻ പോവാം, അങ്ങനെയൊക്കെ നമ്മൾ ഉമ്മമാരൊക്കെ അങ്ങനെയായിരുന്നു.
പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കല്യാണത്തിന് മുമ്പേ കിട്ടാവുന്ന ജീവിത ആസ്വാദനങ്ങളെല്ലാം അനുഭവിച്ചു. ഇവൻ ലൈംഗികതയിലേക്ക് വരെ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് തോന്നാണ് എന്തിനാണ് ഒരു കല്യാണത്തിന്റെ ആവശ്യം എന്നുള്ളത്. ഇവിടെ ലിവിങ് ടുഗദർ പോലെയുള്ള സംവിധാനങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരത്തിൽ നാനാവിധത്തിലുള്ള കാരണങ്ങളാണ് മെയിനായിട്ട് കുട്ടികൾ ഈ കല്യാണത്തിനൊക്കെ വിമുഖത പ്രകടിപ്പിക്കാൻ കാരണം, അല്ലെങ്കിൽ വിവാഹം വൈകിപ്പിക്കുന്നതിന് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ പ്രസക്തമായ കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ വാഫിർ സൂചിപ്പിച്ചത്. കുട്ടികൾ വിവാഹം വൈകിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ, അതേപോലെ തന്നെ നമ്മളോട് അടുത്ത് നിൽക്കുന്ന കുറച്ച് കാരണങ്ങളും കൂടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ തന്നെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് എടുക്കാനുണ്ട്. ഇപ്പം നമ്മളുടെ വീട്ടിലേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഫാമിലിക്കകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉമ്മയും ഉപ്പയും വഴക്ക് കൂടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അല്ലേ? അവിടെ നിന്നും വളർന്നു വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ എപ്പോഴും പ്രയാസപ്പെടുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്, ഉപ്പ പ്രയാസപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഉപ്പയിൽ നിന്ന് നല്ല രീതിയിൽ എന്താ പറയുക ശാരീരിക മാനസികമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏൽക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എഫക്റ്റ് കുട്ടികളോടാണ് പറയുക. അയ്യോ എനിക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, പിന്നെ ഇത്തരത്തിലുള്ള പരാധീനതകൾ അല്ലെങ്കിൽ പരിഭവങ്ങളൊക്കെ കുട്ടികളാണ് കേൾക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകളെയാണ് കൂടുതലായിട്ട് ഏൽക്കുക, നമ്മളെ പെൺകുട്ടികളെയാണ് ഏൽക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ കുട്ടികൾ പറയും പിന്നെ ഉമ്മ എനിക്ക് അതുകൊണ്ട് തന്നെ വിവാഹം വേണ്ട, നിങ്ങൾ അനുഭവിച്ചത് ഇത്രയും പ്രയാസമല്ലേ, അതുകൊണ്ട് എനിക്കിനി വിവാഹം വേണ്ട, ഞാൻ അതിന് മുതിരണില്ല എന്നുള്ള രീതിയിൽ പറയും. അതോടൊപ്പം തന്നെ ഉമ്മാവർ പറയും എൻ്റെ കയ്യിൽ എന്തെങ്കിലും കാശുണ്ടെങ്കിൽ, എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞെങ്കിൽ, എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാവുമായിരുന്നു ഈ കുട്ടികളെയും കൊണ്ട് വല്ല ജോലിക്കും പോയിട്ട് എൻ്റെ കുട്ടികളെ എനിക്ക് തന്നെ നോക്കാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പല സംഭാഷണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിനകത്ത് ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സ്വാഭാവികമായിട്ടും കേട്ട് വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ടോ കല്യാണം എന്ന് പറയും. അതോടൊപ്പം തന്നെ ഉമ്മ പറയാണ് ഞാൻ എൻ്റെ ഇത്രാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എൻ്റെ ഡ്രീംസൊക്കെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഒന്നും അല്ലാണ്ടായി മാറി എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുമല്ല, ഏറ്റവും വേണ്ടത് എന്താണ്? പഠനവും അതോടൊപ്പം തന്നെ ജോലി ചെയ്യലുമാണ് എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ അറിയാതെ നമ്മളുടെ മക്കളിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ നമ്മുടെ വിഷമമായിരിക്കും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാമിലി എന്നുള്ളത്, ഫാമിലിക്കകത്ത് നമ്മൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് കണ്ടാൽ അല്ലെങ്കിൽ അവർ പെരുമാറുന്നത് കണ്ടാൽ നമ്മളെ കുട്ടികൾക്ക് തോന്നണം എന്ത് രസമുള്ള ലൈഫാണ് എൻ്റെ ഉമ്മാൻ്റെ എൻ്റെ ഉപ്പാൻ്റെ, അതുകൊണ്ട് തന്നെ എനിക്കും കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നൊരവസ്ഥയിലേക്ക് നല്ല ഫാമിലിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫാമിലിക്കകത്ത് നിന്ന് തന്നെയാണ് ആദ്യം നമ്മൾ സൊല്യൂഷനെ കണ്ടെത്തേണ്ടത്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഫാമിലിയാണ്, എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കവും ഫാമിലിയാണ് എന്നാണ് എനിക്കിതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്. ന്യൂജൻ പെൺകുട്ടികൾ വിവാഹത്തോട് വിമുഖത കാണിക്കാൻ ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ആയിഷത്തിനോട് തന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. അഥവാ നമ്മളുടെ എല്ലാ പെൺകുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ വേണം, നല്ല ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തെയും കരിയറിനെയും എല്ലാം തടസ്സമായി നിൽക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയല്ലേ എന്നുള്ളതാണ്. ആണോ? പറയാം ആണോ? അല്ല, ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാം. ആണോ? വിവാഹം നമ്മളുടെ കരിയറിനെയും വിദ്യാഭ്യാസത്തിനെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടോ? വിവാഹം കഴിച്ചാൽ പിന്നെ നമുക്കൊന്നും പറ്റൂലേ? ഓപ്പണായിട്ട് ചോദിച്ചാൽ പറ്റും. പറ്റും എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ കാരണം എന്താ? നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം അല്ലേ? ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം, അവർ വിവാഹം കഴിഞ്ഞ ആളുകളാണ്. വിവാഹം കഴിഞ്ഞാൽ തന്നെ അവർക്ക് പഠിക്കുന്ന ആളുകളുണ്ട്, ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ? ഇപ്പം നമ്മളുടെ കൂട്ടത്തിൽ ഞാനടക്കമുള്ള എല്ലാ ആളുകളും വിവാഹത്തിന് ശേഷം പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഇതിലെടുത്ത് പറയാൻ നമ്മളുടെ കൂട്ടത്തിലൊരു ഡോക്ടറുണ്ട്. കാരണം ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ എത്രത്തോളം ബിസി ആയിരിക്കുമെന്ന് നമുക്കറിയാം അല്ലേ? അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലി നല്ല ഭദ്രമായിട്ട് നല്ല സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് തന്നെ വേണം താനും. ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ
അതുപോലെ ജോലി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം. അത് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അത് ഉണ്ടാകുമ്പോൾ, അത് അറിയുമ്പോഴൊക്കെ ഒരുപാട് മെച്ചങ്ങളുണ്ട്, നമുക്കറിയാവുന്നതാണത്. നമ്മളെ കുടുംബത്തിൽ, നമ്മളെ സുഹൃത്തുക്കളിൽ, അയൽവാസികളിൽ ആരെങ്കിലും ഒരാൾ ഇതുണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സുകളിലൊക്കെ ഓരോ മുഖങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. വിവാഹത്തോടൊപ്പം തന്നെ നമ്മളുടെ ജോലിയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിട്ടത്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾക്ക് വിവാഹം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ വൈവാഹിക ജീവിതത്തിൽ ഇണയോടൊപ്പമുള്ള ജീവിതം അത് മാറ്റിവെച്ചിട്ടാവരുത് നിങ്ങളുടെ ജോലിയോ വിദ്യാഭ്യാസമോ ഒന്നും. ഒരു നല്ല ബന്ധമുണ്ടായാലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നല്ലൊരു ഫാമിലി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇണയോടൊത്തുള്ള നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ കണ്ടെത്തണം. അതിൽ ഒന്ന് നമുക്ക് കോൺവെർസേഷൻ ആണെന്ന് പറയാം, സംസാരമാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള, സ്നേഹം പങ്കിടുന്ന രീതിയിലുള്ള നല്ല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമതായിട്ട് നമ്മളുടെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാകണം. എൻ്റെ ജോലിയോ എന്ന് പറഞ്ഞിട്ട് ഓടരുത്, എൻ്റെ പഠനമോ എൻ്റെ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഓടരുത്. ആ ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ കൂടെ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടെ നമ്മൾ സമയം കൊടുക്കണം. പാരൻറ്റിങ്ങിൽ അതിന് ക്വാളിറ്റി ടൈം എന്ന് പറയും. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ഏത് ഉമ്മാക്കും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ചെയ്യാത്ത ആളുകൾക്കൊക്കെ അത് പ്രയോജനമാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ എന്താ പറയുക, വെറുതെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നമ്മളായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കുട്ടികൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അല്ലേ? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എൻ്റെ കുട്ടീനെ കുളിപ്പിക്കുന്നത് ഓർക്കുന്നു. ഇപ്പം അടുത്തൊരു വീഡിയോ കണ്ടു, എല്ലാം എന്താ ചെയ്യണത്, പിന്നെ ഉമ്മ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടി ഇങ്ങനെ പറയാം, കുഞ്ഞു കുട്ടിയാണ്, ആരാ കുളിപ്പിക്കുന്നത് ഉമ്മ, ആരാ ചോറ് തരുന്നത് ഉമ്മ, എല്ലാം 10-15 ചോദിക്കുകയാണ്. അവിടെയൊക്കെ ഉമ്മ 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 എന്നാണ് പറയണത്. അവസാനം കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ, ഉപ്പ. വളരെ കൂളായിട്ട് കുട്ടി പറയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നു എന്നതുകൊണ്ട് ഉമ്മാനെ ആവണം ഇഷ്ടമെന്നില്ല. അവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ക്വാളിറ്റി ടൈം നമ്മളുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മൾ ദിവസത്തിൽ വളരെ കുറച്ച് സമയമായിരിക്കും ചിലപ്പോൾ ഉപ്പാക്ക് സമയം കിട്ടുക. എന്നിട്ട് ആ ഉപ്പാൻ ആ കുട്ടി പറയണമെങ്കിൽ ആ കുട്ടിക്ക് എന്തോ അവിടെ ഉപ്പാനോട് സ്വാധീനം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വാധീനം നമ്മൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. അത്തരത്തിലുള്ള ക്വാളിറ്റി ടൈം ഫാമിലിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ജോലിയും കൊണ്ടുപോകാം, അതോടൊപ്പം തന്നെ പഠനവും കഴിയും. ഓക്കെ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഇവിടെ പിന്നെ ജോലിയും പഠനവും ജോലിയും തോടൊപ്പം തന്നെ, വിവാഹത്തോടൊപ്പം തന്നെ ഇത് രണ്ടും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തോന്നുന്നവരുണ്ടോ ചോദിച്ചപ്പോൾ ആരും കൈപോക്കിയിട്ടില്ല. എല്ലാവരും അതൊക്കെ രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. പക്ഷെ സമൂഹത്തിൽ നമ്മൾ അതല്ല കാണുന്നത്. സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പഠനത്തിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞാൽ ആ പഠനത്തെ ബാധിക്കും, അപ്പോൾ എനിക്ക് ഒരു ജോലിയിലെത്തണം എന്നിട്ടൊക്കെ കല്യാണം മതി എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെയാണ് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവാഹവും അതോടൊപ്പം തന്നെ പഠനവും ജോലിയും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിന് ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന നാജിയെ തന്നെ ഉദാഹരണമായിട്ട് പറയുകയാണ്. അവളൊരു മെഡിക്കൽ ഡോക്ടറാണ്. അവളുടെ പഠനവും ജോലിയും വിവാഹവും പ്രഗ്നൻസിയും കുട്ടിയെ വളർത്തലെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് അതോട് കൂടിയിട്ട് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ പെൺകുട്ടികൾ വിദ്യാസമ്പന്നരായിരിക്കണം, അഥവാ അത് ഒരുപാട് കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. ഒന്ന്, നമ്മളുടെ അടുത്ത ജനറേഷനെ തന്നെ, നമ്മളുടെ മക്കളെ തന്നെ നല്ല രീതിയിൽ വളർത്താൻ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തീർച്ചയായും മാതാക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ നാജിത്തിനോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിവാഹം കുറച്ച് വൈകിപ്പിച്ചാൽ എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെയും മക്കൾ ഉണ്ടാവുന്നത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ ഒരു 35 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ ഒരു PG കഴിഞ്ഞിട്ട് മതി മക്കൾ ഉണ്ടാവുന്നത്. അങ്ങനെ അതിനെ ഒന്ന് വൈകിപ്പിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പോൾ നേരത്തെ ആക്കില സൂചിപ്പിച്ച പോലെ ഇവിടെ നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞു അല്ലേ, വിവാഹത്തിനൊക്കെ പെൺകുട്ടികളെ വിമുഖത കാണിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നമ്മളോട് ഈ പറഞ്ഞ പോലെ നമുക്കൊക്കെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കാരണം പലപ്പോഴും വളരെ സിൻസിയറാണ്. അതായത്
നമ്മൾ ഓക്കെ വിവാഹം കഴിഞ്ഞെന്നിരിക്കുക, ഓക്കെ നമുക്ക് എല്ലാവർക്കും വേണം ഒരു ചായാനൊരു തോളും കരയാനും സങ്കടം പറയാനും ഒരാളും ഒരു ഇണയൊക്കെ എല്ലാവർക്കും വേണം. അപ്പോൾ എല്ലാവരും വിവാഹത്തിന് റെഡി. പക്ഷേ കുട്ടികൾ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാവില്ല. ചിലരുടെ കൺസേൺസ് വളരെ റെലവെൻ്റാണ്. കാരണം അത് ഞാനിപ്പോൾ എന്തായാലും ഒരു കരിയറിൽ കമ്മിറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഈ കരിയർ തീരാണ്ട് അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ്റെ ഒരു സൈഡിൽ എത്താതെ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എനിക്ക് ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റുമോ? നേരത്തെ ക്വാളിറ്റി ടൈമിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ കുറച്ചും കൂടെ വൈകിപ്പിക്കുന്നതല്ലേ. ഞാൻ ഒരു നല്ല എന്താ പറയുക വൈറ്റ് കോളർ ജോബിലെത്തിയിട്ട് നല്ലൊരു ഹൈ പ്രൊഫഷനിലെത്തി എനിക്ക് കുറച്ച് ടൈമേ വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് കുട്ടികളെ നല്ലോണം നോക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ സിൻസിയറായിട്ട് അവർ പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മളോട് പലപ്പോഴും മാസ് മീഡിയയും അല്ലെങ്കിൽ ഈവൻ മെഡിക്കൽ പ്രൊഫഷണലുകൾ അല്ലെങ്കിൽ മെഡിക്കൽ രംഗങ്ങളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കാത്ത കുറേ പ്രശ്നങ്ങൾ ശാരീരികമായിട്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ ചോദിച്ചത്, ശാരീരികമായിട്ട് വൈകിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസിയും ഒക്കെ വൈകിപ്പിക്കുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പം നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് പീരിയഡ്സ് ആകുന്നത് മെനാർക്ക് എന്നാണ് പറയുക, ആദ്യമായിട്ട് നമുക്കൊരു പീരിയഡ്സ് ആവുന്നത്. അത് മുതൽ നമ്മൾ ഗർഭം ധരിക്കുന്നത് വരെ ഉള്ള സ്റ്റേജിൽ നമ്മുടെ ബോഡിയിൽ ഈസ്ട്രോജൻ എന്നുള്ള ഹോർമോണാണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലേ? ഈസ്ട്രോജനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രഗ്നൻസി ടൈമിലും അതേപോലെ മുലയൂട്ടുന്ന സമയത്തൊക്കെ നമ്മളെ ബോഡിയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. അപ്പോൾ ഈ ഈസ്ട്രോജൻ നമ്മളെ ബോഡിയിൽ ഭയങ്കരമായിട്ട് എപ്പോഴും എക്സ്പോഷർ ഉണ്ടാകുമ്പം അത് പല പ്രത്യാഘാതങ്ങളിലും എത്തിച്ചേക്കാം എന്നുള്ളത് മെഡിക്കൽ പഠനങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളിൽ കണ്ടുവരുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. 6 ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഡേറ്റാസാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ തന്നെ ഉണ്ടാകുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ്? ഈസ്ട്രോജൻ എക്സ്പോഷർ കൂടുന്നതുകൊണ്ടാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു 13 വയസ്സിൽ പീരിയഡ്സ് ആയ ഒരു കുട്ടിക്ക് പ്രഗ്നൻസിയിൽ അവൾ എത്തുന്നത് 26, 27 വയസ്സിലാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 30ാമത്തെ വയസ്സിൽ. അപ്പോൾ അത്രയും കാലം ഈസ്ട്രോജൻ മാത്രമാണ് അവളെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രഗ്നൻസിയിലും മുലയൂട്ടുന്ന സമയത്തുമാണ് പ്രൊജസ്ട്രോൺ കൂടുതലാവുന്നത്. അപ്പോൾ അത്രയും ഒരു ഈസ്ട്രോജൻ എക്സ്പോഷർ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് ഒരു റിസ്ക് ഫാക്ടറാണ്, അതായത് റിസ്ക് ഉള്ള കാര്യമാണ് ഇതുപോലെയുള്ള ക്യാൻസറൊക്കെ ഉണ്ടാകാൻ. പക്ഷേ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും, അതായത് കുട്ടികളുള്ളവർക്കൊന്നും അപ്പോൾ ഇല്ലേ എന്നുള്ളതല്ല. അതായത് നമ്മൾ മെഡിക്കലി പറയുമ്പോൾ ഇതൊരു റിസ്ക് ഫാക്ടറാണ് എന്നുള്ളത് പലപ്പോഴും നമ്മളിൽ നിന്നൊക്കെ മറച്ചു വെക്കുന്ന ഒരുപാട് സത്യമാണ്. മാത്രമല്ല നമ്മൾ ലേറ്റായിട്ട് പ്രഗ്നൻ്റ് ആകും, അതായത് ലേറ്റ് പ്രഗ്നൻസി, ഇപ്പം ലേറ്റായിട്ട് ആദ്യത്തെ പ്രഗ്നൻസി ഒക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് ആഫ്റ്റർ 30s 35 ഇയറൊക്കെ ആകുമ്പോൾ ലേറ്റ് പ്രഗ്നൻസി എന്നാണ് നമ്മൾ പറയുന്നത്. എൽഡർലി പ്രൈമി എന്നൊക്കെ മെഡിക്കൽ ടേമിൽ പറയും. ഇത്തരം ആളുകൾക്ക് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസും മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് പറയുന്നുണ്ട്. ആദ്യം തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത്. കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ അപ്പോൾ നമ്മളിതൊക്കെ നീട്ടി വെക്കണേ. അപ്പോൾ ആ കുട്ടി ഒരു വൈകല്യമുള്ള കുട്ടിയാണെങ്കിലോ നമ്മൾ വരച്ച വരയിലൂടെ അല്ല നമ്മൾ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഒരുപാട് ലേറ്റ് ഇപ്പോൾ 30s ആഫ്റ്റർ 30s ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ക്രോമസോംസും നമ്മളെപ്പോലെ വയസ്സാകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഈ നമ്മളെ ബോഡിയിൽ എഗ്ഗൊക്കെ ഉണ്ടാകുന്ന ഒരു ഫേസിൽ ക്രോമസോംസ് ഒക്കെ ഡിവൈഡ് ചെയ്യണം. പക്ഷേ ഈ വയസ്സായ ക്രോമസോംസിന് ഡിവൈഡ് ചെയ്യാൻ കഴിയൂല. അപ്പം ഒരു സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ 2 ക്രോമസോംസ് ഉള്ളതിന് പകരം 3 ഉണ്ടാകും. നമ്മളൊക്കെ വളരെ കോമൺ ആയിട്ട് കേട്ട ഡൗൺ സിൻഡ്രം അല്ലേ? IQ ഒക്കെ കുറഞ്ഞ് ബുദ്ധിയില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. 35-ന് ശേഷം ആദ്യം ഗർഭം ധരിക്കുന്നവരിൽ ഇത്തരം കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത എക്സ്പോണൻഷ്യലി കൂടുതലാണ്, വളരെ കൂടുതലാണ്. അതേപോലെ അതിപ്പം കുട്ടികളിൽ കാണാൻ സാധിക്കുന്ന ഒരു ക്രോമസോമൽ പ്രശ്നം. ഇനി അതല്ല, അമ്മമാർക്ക് ആദ്യത്തെ പ്രഗ്നൻസി 30-ലും 35-ലും ഒക്കെ ഉണ്ടാകുമ്പോൾ മറ്റേ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഡയബറ്റിസ്, ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും, അതിനുള്ള സാധ്യത വളരെ കൂടുതൽ. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒരുപാടാണ്. ശരിക്കും ഞാനൊക്കെ നമ്മളെ ചുറ്റും കാണുന്ന മെഡിക്കൽ പ്രൊഫഷണലുകൾ തന്നെയാണല്ലോ നമ്മളെ ചുറ്റും PGസും. അവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും പ്രഗ്നൻ്റ് ആവുന്നത് ഒരു PGയും കഴിഞ്ഞ് SR ആവുന്ന ടൈമിലാണ്. ഓൾമോസ്റ്റ് കുറേ കുട്ടികളിൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യണ PGസിലൊക്കെ ഉള്ള കാര്യമാണ്. പക്ഷെ അതൊരു GDM ഉണ്ട്, നമ്മൾ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ എത്രത്തോളം നമ്മളുടെ പ്രൊഫഷനും ഇതും അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽത്തിനെ നമ്മൾ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യണോ, അത്രമാത്രം വലിയ കാര്യമാണോ നമ്മൾ ചെയ്യണത് എന്നുള്ളത് നമ്മളെപ്പോഴും ബാലൻസ് ചെയ്ത് ചിന്തിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാര്യമാണ് നമ്മൾ പറയുന്ന കാരണം റെലവെൻ്റ് ആണ്. അതായത് നമുക്ക് ക്വാളിറ്റി ടൈം കൊടുക്കാൻ കഴിയുമോ, ഞാനിപ്പോൾ എന്തായാലും ഈ പ്രൊഫഷനിലായി പോയില്ല എന്നുള്ളതൊക്കെ കാര്യമാണ്. പക്ഷെ ചിലപ്പോൾ അത് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്താൽ തീരാവുന്നതേ നികത്താവുന്നതേ ഉണ്ടാകുള്ളൂ. പക്ഷെ നമ്മളെ ശരീരത്തിനും അല്ലെങ്കിൽ നമ്മൾ